अस्सलामु अलैकुम। अल्हम्दुलिल्लाह सल्लल्लाहु अला नबीना मुहम्मदिन व अला आलिहि व सहबिहि व सल्लम तस्लीमन दाइमन इला यौमिद्दीन। अम्मा बअदु फत्तकुल्लाह इबादल्लाह। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। इन्नल्लज़ीना आमनू व अमिलुस सालिहाति സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിപാവനമായ നിയമങ്ങളും ശാസനകളും ഇസ്ലാമിലെ മഹത്തായ അനുഷ്ഠാന ആരാധന കർമ്മങ്ങളും ആദ്യമായി വിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം റസൂലുള്ളാഹിയുടെ പ്രവാചകൻ്റെ മഹത്തായ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും എല്ലാ സന്ദർഭത്തിലും അവ അനുഷ്ഠിച്ച് മരണം എപ്പോൾ എവിടെ വെച്ച് ഏത് സ്വഭാവത്തിൽ ഏത് രൂപത്തിൽ നമ്മെ പിടികൂടിയാലും അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി ശരിയായ ഭയഭക്തന്മാരായി മാതൃകാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിച്ച് മരിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിച്ചു കൊള്ളുന്നു. സൂറത്ത് അൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്ലാമിൻ്റെ എല്ലാ വശങ്ങളിലും എല്ലാ നിർദ്ദേശങ്ങളിലും നിങ്ങൾ പരിപൂർണമായി പ്രവേശിക്കുവിൻ എന്ന്. ഇന്ന് സ്നേഹിതന്മാരെ, മുസ്ലിങ്ങളെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ ഒന്നെങ്കിൽ കുരുക്കള നെഞ്ഞത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന് പറഞ്ഞതുപോലെയാണ്. ഒരു വിഭാഗം സ്നേഹിതന്മാർ നമസ്കാരത്തിലും നോമ്പിലും ലക്ഷങ്ങൾ ചെലവ് ചെയ്ത് മക്കയിൽ പോയി ഹജ്ജ് ഉംറയൊക്കെ ചെയ്യുന്നതിലും വളരെ ജാഗ്രത അവർ കാണിക്കുന്നതാണ്. അതേ സമയത്ത് ഇസ്ലാം വളരെയധികം പ്രാധാന്യം നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കഷ്ടപ്പെടുന്നവൻ്റെ കണ്ണീരൊപ്പുക എന്നതിനൊക്കെ വലിയ സ്ഥാനവും ഒന്നും അവർ കൽപ്പിക്കാറില്ല. മറ്റൊരു വിഭാഗമാണെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ വളരെയധികം താല്പര്യം കാണിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് വിപത്തിൽ അപകടത്തിൽ പെട്ടാൽ അവനെ രക്ഷപ്പെടുത്താൻ അവിടെ വളരെയധികം വേഗത്തിൽ ഓടി വരുന്നതാണ്. എന്നാൽ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ നിസ്കരിക്കണമെന്ന ചിന്തയോ അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കാം
പോലുള്ള ദിക്ർ ചൊല്ലുക, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം. ഇതിലൊന്നും അവർ യാതൊരു താല്പര്യവും കാണിക്കാറുമില്ല. എന്നാൽ ഇസ്ലാം മതം രണ്ടിനും ഒരേ പ്രാധാന്യമാണ് നൽകുന്നത്. നമസ്കാരത്തെയും നോമ്പിനെയും ദിക്ർ, ദുആ ഇവയൊക്കെ ജീവകാരുണ്യ പ്രവർത്തനം പൊക്കിപ്പിടിച്ച് അവയെ കൊച്ചായി കാണുന്നില്ല. അതുപോലെ തന്നെ നമസ്കാരം നോമ്പൊക്കെ പൊക്കിപ്പിടിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തെയും കൊച്ചായി കാണുന്നില്ല. ഓരോന്നിനും അതിൻ്റേതായ സ്ഥാനവും പ്രാധാന്യവും നൽകുന്ന നിലക്കാണ് വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും പ്രസ്താവന. വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ ഹിഫ്ളുള്ള മനപ്പാടമുള്ളൊരു കൊച്ചു സൂറത്തിൽ അള്ളാഹു മതനിഷേധി ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ച് പറയുന്നത്, അറൈത്തല്ലേ നീ യുക്കദീബു ബിദ്ദീൻ, മതനിഷേധി ആരാണെന്ന് നീ കണ്ടുവെന്ന് ചോദിച്ച് അവൻ നമസ്കരിക്കുകയില്ല, അവൻ ദിക്ർ ദുആ ചൊല്ലുകയില്ല എന്നൊന്നുമല്ല. ആ വശം തന്നെ തീരെ പരാമർശിക്കണില്ല. ആരാണ് മതനിഷേധി? ഫദാലിക്കല്ലദീ യദഉൽ യതീം, അവൻ അനാഥൻ്റെ കാര്യത്തിൽ യതീമിൻ്റെ കണ്ണീരൊപ്പാൻ അവൻ ശ്രദ്ധിക്കുകയില്ല. അനാഥനെ അവൻ തള്ളി പുറത്താക്കുന്നതാണ്. വലാ യഹ്ലു അലാ ത്വാമിൽ മിസ്കീൻ, സാധുക്കൾക്ക്, ദരിദ്രന്മാർക്ക് ഭക്ഷണം നൽകുവാൻ അവൻ പ്രേരണ നൽകുകയുമില്ല എന്ന് രണ്ട് സംഗതികൾ മാത്രമാണ് അല്ലാഹു പറയുന്നത്. ശേഷം നമസ്കരിക്കുന്നവന് നാശം എന്നാണ് പറയുന്നത്. ഫവൈലുൽ മുസല്ലി, നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറയാണ്. മുസൽമാനെയും അമുസ്ലിമിനെയും വേർതിരിക്കണ ഘടകമാണ് നമസ്കാരം. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ്, വഅഖീമുസ് സലാത്ത വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, നിങ്ങൾ ഒരിക്കലും വിഗ്രഹാരാധകന്മാർ, നമസ്കരിക്കാതെ വിഗ്രഹാരാധകന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും ഉൾപ്പെട്ടു പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. എല്ലാ നബിമാരും നമസ്കരിക്കാൻ കൽപ്പിച്ചതും അവർ കണിശമായി നമസ്കരിച്ചതൊക്കെ ഖുർആൻ വിശദമായി വിവരിക്കുന്നുണ്ട്. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കണില്ല. അപ്പോൾ ഏത് തരം നമസ്കാരക്കാർക്കാണ് നാശം? വവൈലുൽ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള പറയാം, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരം കൊണ്ട് പ്രധാന ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് അവർ അശ്രദ്ധയിലാണ്. നമസ്കരിച്ച് പോയിട്ട് ചിലപ്പോൾ ആത്മഹത്യ ചെയ്തെന്ന് വരും, അല്ലെങ്കിൽ നമസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്, അപ്പോഴാണ് പീടിക കട തീ കത്തിയെന്ന വിവരം അറിയുന്നത്. അതിൽ ബോധം കെട്ട് വീഴാണ്. ഇവരൊന്നും നമസ്കാരത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിയിട്ടില്ല. നമസ്കരിക്കാൻ നിൽക്കുമ്പം തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയാണ്. എനിക്കെൻ്റെ സ്വത്തിനേക്കാളും എൻ്റെ ജീവനേക്കാളും എല്ലാറ്റിനേക്കാളും എനിക്ക് ഏറ്റവും വലിയത് അല്ലാഹു ആണ് എന്നാണ്. പിന്നെ നമസ്കാരത്തിൽ എടുക്കുന്ന പ്രതിജ്ഞയിൽ ഇന്ന സ്വലാത്തി വ നുസ്കി വ മഹിയായ വമാത്തി, എൻ്റെ ജീവിതവും മരണമൊക്കെ പടച്ചവനെ നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ നമസ്കാരത്തിലെ തത്വങ്ങളൊന്നും മനസ്സിലാക്കാതെ അവർ അശ്രദ്ധരായി നമസ്കരിക്കും. അല്ലദീനഹും യുറാഊന, അവർക്ക് പടച്ചവനെ കാണിക്കുക എന്നതല്ല ഉദ്ദേശം, ജനങ്ങളെ കാണിക്കലാണ് അവരെ പരമ ഉദ്ദേശം എന്ന് പറഞ്ഞ ശേഷമല്ല പറയുന്നത്
വയംനഊനൽ മാഊന, ചെറിയ ഉപകാരങ്ങൾ അവർ തടുക്കുന്ന. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് സൂചി കടം ചോദിച്ചാൽ കൊടുക്കൂല, പാത്രം കടം ചോദിച്ചാൽ കൊടുക്കൂല, മഴു കടം ചോദിച്ചാൽ കൊടുക്കൂല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഉപകാരം വരെ, ഈ പരോപകാരം, ചെറിയ പരോപകാരം വരെ തടുക്കാൻ നിസ്കരിക്കുന്നവന് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ വലിയത് തടുക്കാന്നല്ല. കാരണം ഒരുത്തൻ്റെ കുട്ടീനെ പാമ്പ് കടിച്ച്, അപ്പം നിങ്ങളെ സമീപിക്കാം മുതലാളി, നിങ്ങളെ കാറൊന്ന് വിട്ടുതരീന്ന്. അപ്പം പറയാണ് കാറൊക്കെ വിട്ടുതരായിരുന്നു, പക്ഷെ ഡ്രൈവർ ഇല്ലല്ലോ എന്ന് പറയാണ്. അത് വലിയൊരു പരോപകാരം തടുക്കലാണ്. കാരണം അവൻ്റെ കുട്ടീനെയാണ് പാമ്പ് കടിച്ചതെങ്കിൽ ഡ്രൈവർ ഇല്ലെങ്കിലും സ്വയം ഡ്രൈവ് ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമല്ലോ. അപ്പം പറയേണ്ടത് ഡ്രൈവർ ഇല്ലെങ്കിലും എൻ്റെ കുട്ടി നിങ്ങളെ കുട്ടിയൊക്കെ തുല്യമാണ്, അതുകൊണ്ട് എവിടെയാണ് എത്തിക്കേണ്ടത്, ഏത് ആസ്പത്രിയിലാണ് എത്തിക്കേണ്ടതെന്ന് ചോദിച്ച് അവിടേക്ക് സ്വയം കാറ് വിട്ട് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രക്തം, സൂചി കടം ചോദിച്ചാൽ അതുവരെ തടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, വെട്ടുകത്തി സൂചി കടം ചോദിച്ചാൽ കൊടുക്കാതിരുന്നാൽ ലോകം പൊളിഞ്ഞു ചാടൊന്നുമില്ല, വലിയ അപകടമൊന്നുമില്ല. പക്ഷേ രോഗിക്ക് നെഗറ്റീവ് ഗ്രൂപ്പ് രക്തം ആവശ്യമാണ്. നിങ്ങൾക്ക് മാത്രമാണ് നെഗറ്റീവ് ഗ്രൂപ്പ് ഉള്ളത്. അപ്പം അത് കൊടുക്കാതിരുന്നാലോ? അതുപോലെ തന്നെ വഴി തടുക്കുക. ഇതിൽ എൻ്റെ മുറ്റത്ത് കൂടെ നടന്നു പോകാൻ പാടില്ല എന്ന് വഴി തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ വെള്ളം കോരണ്ടെന്ന് പറയാം. ഇതൊക്കെ വലിയ കുറ്റകരമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്ന ആൾ ചെറിയ ഉപകാരം വരെ തടുക്കാൻ പാടില്ല എന്ന് പറയുമ്പം വലിയത് തടുക്കാന്നല്ല. വലാ തഖുല്ലഹു മാ ഉഫീൻ, ഉമ്മാനോടും ബാപ്പാനോടും ചേന്ന് പറയരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളെ നായ എന്നൊക്കെ വിളിച്ചാന്നല്ല. ചേന്നുള്ള ചെറിയ അറബികൾ ശകാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളിൽ ഏറ്റവും ചെറിയതാണ്. അതുവരെ പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പം അതിലും വലിയത് പ്രയോഗിക്കാമെന്നല്ല. അതുപോലെയാണ് യംനഊനൽ മാഊ എന്ന് പറഞ്ഞാൽ ചില്ലറ ഉപകാരങ്ങൾ വരെ, പരോപകാരം വരെ അവർ തടുക്കുകയില്ല, ചെയ്യുകയില്ല. പരോപകാരം അവർ തടുക്കുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാ വലിയത് ഏറ്റവും തടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സ്വർഗവാസികൾ നരകവാസികളെ വിളിച്ചു ചോദിക്കുക, ഒരു ഉമ്മാക്ക് പ്രസവിച്ച കുഞ്ഞിനെ തീയിലിടാൻ എത്ര മനപ്രയാസമുണ്ട്, അതിലുപരി നമ്മളെ നരകത്തിക്കിടാൻ അള്ളാഹ്ക്ക് വെറുപ്പുണ്ട്. എന്നിട്ടും ദുഷ്ടന്മാരെ മാ സലകക്കും ഫീ സഖർ, നിങ്ങൾ നരകാഗ്നിയിൽ എന്തുകൊണ്ടാണ് പ്രവേശിച്ചതെന്ന് പറയുമ്പം അവർ പറയുന്നത് ഖാലു ലൻ നകു മിനൽ മുസല്ലീം വലം നകു നുത്ഇമുൽ മിസ്കീന, ഞങ്ങൾ നമസ്കരിക്കാറില്ല, അതുപോലെ തന്നെ ദരിദ്രന്മാർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകാറുമില്ല എന്നാണ് കാരണം പറയുന്നത്. നമസ്കാരത്തിൻ്റെ കൂടെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തെ അതിൽ ഞങ്ങൾ ജാഗ്രത പുലർത്തിയില്ല, ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് ചേർത്തി പറയുകയാണ്. അതുപോലെ തന്നെ വളരെയധികം കരുണാനിധിയായ പടച്ചവൻ മലക്കുകളോട് മനുഷ്യനെ 70 മുഴമുള്ള ചങ്ങലയിൽ ബന്ധിപ്പിക്കാനും നരകത്തേക്ക് വലിച്ചു കൊണ്ടുപോകാനും കൽപ്പിക്കുകയാണ്. ഖുദൂഹു ഫഉല്ലു സുമ്മൽ ജഹീമ സൊല്ലുഹു സുമ്മ ഫീ സിൽസിലത്തിൻ ദർവാ സബൂന ദിറാൻ ഫസ്ലുക്കു. 70 മുഴമുള്ള ചങ്ങലയിൽ അവനെ ബന്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അതിന് കാരണം, 2 കാരണം മാത്രമാണ് ഖുർആൻ പറയുന്നത്. ഒന്ന്, ഇന്നഹു കാന ലാ യുമിനു ബില്ലാഹിൽ അളീം, ഈ പ്രപഞ്ചത്തൊക്കെ സൃഷ്ടിച്ച മഹാനായ രക്ഷിതാവിൽ അവൻ വിശ്വാസം അർപ്പിച്ചില്ല. രണ്ടാമത്, വലാ യഹുല്ലു അലാ ത്വാമിൽ മിസ്കീന, സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നല്ല, കൊടുക്കാൻ പ്രേരണ നൽകിയില്ല. അപ്പോൾ കൊടുത്താൽ മാത്രം പോരാ, മറ്റുള്ളവരെ സഹായിക്കാൻ പ്രേരിപ്പിക്കും വേണം.
അതുകൊണ്ട് രണ്ട് കാരണമാണ് അള്ളാഹ് പറയുന്നത്. ഒന്ന്, അള്ളാഹിൻ്റെ ഏകത്വം അസ്തിത്വം അവൻ അംഗീകരിച്ചില്ല. രണ്ടാമത്, അവൻ ദരിദ്രർക്ക് ഭക്ഷണം കൂട്ടാൻ അവൻ പ്രേരണ നൽകിയില്ല. ഞാൻ ഉദ്ധരിച്ച ഈ ആയത്തുകളിൽ ഇന്ന് തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിനും ദരിദ്രന്മാരെ കണ്ണീരൊപ്പുന്ന പരിപാടിക്കൊക്കെ ഇസ്ലാം മതം എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി റസൂലയാണെങ്കിൽ പറഞ്ഞ്, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. തൻ്റെ സഹോദരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയം അത്രയും പഠിച്ചോ നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിസ്കരിക്കാൻ പള്ളിക്ക് ജമാഅത്തിന് വരിക. അപ്പോഴാണ് ഒരു മനുഷ്യൻ ബൈക്കമ്പളത്തിൽ കിടക്കുകയാണ്. അപ്പം നിങ്ങൾ എന്താ വേണ്ടിയത്? അവനെ ലക്ഷ്യസ്ഥാനത്ത് ആസ്പത്രിയിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള സമയമൊക്കെ നിസ്കരിക്കുന്ന സമയം മാത്രമല്ല പഠിച്ചോ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുക. നേരെ മറിച്ച് ആ മനുഷ്യനെ വാഹനത്തിൽ കയറ്റി ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ആസ്പത്രിയിൽ കൊണ്ടെത്തിക്കാനൊക്കെ എത്ര സമയം നമ്മൾ ചെലവ് ചെയ്യുന്നുണ്ടോ ആ സമയമൊന്നും ലാപ്സായി വെറുതെ പോവില്ല. ആ സമയം എത്രയും പഠിച്ചോ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് റസൂല പറയാണ്. മറ്റൊരിക്കൽ നബി പറഞ്ഞ്, മാം ഫർറജ കുർബത്തമ്മിൻ കുറബി ദുനിയാവിലെ എന്തെങ്കിലും പ്രയാസത്തിൽ നിന്ന് ഒരു മനുഷ്യനെ അവൻ വിശാലുണ്ടാക്കിയാൽ, പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ, പരലോകത്തെ പ്രയാസത്തിൽ നിന്ന് അള്ളാഹ് അവന് രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് നബി പറയാണ്. പിന്നെ റസൂല പറഞ്ഞ്, ആ സായി അലൽ അർമിലത്തി വൽ മിസ്കീനി കെൽ മുജാഹിദി ഫീ സബീലില്ലാ. വിധവകളായ സ്ത്രീകൾ, ഭർത്താവില്ലാത്ത സ്ത്രീകൾ, അവർക്കൊരു ഭർത്താവിനെ കണ്ടെത്താനും അവരെ ജീവിതം ക്ഷേമകരമാക്കാനൊക്കെ ശ്രമിക്കുന്നവനും, വൽ മിസ്കീനി ദരിദ്രന്റെ കാര്യത്തിൽ ശ്രമിക്കുന്നവനും, കെൽ മുജാഹിദി ഫീ സബീലില്ലാ, രണാങ്കണത്തിലിറങ്ങി യുദ്ധം ചെയ്യുന്ന യോദ്ധാവിൻ്റെ സ്ഥാനത്താണെന്ന. എന്താ സ്നേഹിതന്മാരെ യോദ്ധാവിനോട് ഉപമിച്ചത്? ഈ യോദ്ധാവ് എന്താ ചെയ്യുന്നത്? ഇസ്ലാമിനെ നശിപ്പിക്കാൻ വരുന്ന ശത്രുക്കളെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തകൻ എന്താ ചെയ്യുന്നത്? നിരീക്ഷണ നിർമ്മാതാദികൾ കാര്യമായിട്ട് പറയുന്ന വിമർശനം, നിങ്ങൾക്ക് മരിച്ച ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പറയാനല്ലാതെ മജ്ജയും മാംസമുള്ള നീറുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോന്നാ. നിങ്ങൾക്ക് മയ്യത്ത് കുളിപ്പിക്കുന്ന രീതിയും കബറെടുക്കുന്ന രീതിയൊക്കെ പറയാമെന്നല്ലാതെ ഈ മരിക്കണ മുമ്പുള്ള മനുഷ്യൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് നിങ്ങളെ കയ്യിലുള്ളതെന്നാണ് അവർ വിമർശിക്കുന്നത്. അവ മുസ്ലിങ്ങളെ ഇത്തരം രംഗത്തിൽ ശ്രമിച്ചാൽ, വിധവൻ്റെ കാര്യത്തിലും മിസ്കീൻ്റെ കാര്യത്തിലൊക്കെ ശ്രമിച്ചാൽ ആ വിമർശനം ഒരിക്കലും ഉണ്ടാവുകയില്ല. അവ മുസ്ലിമായ സാമൂഹ്യക്ഷേമ പ്രവർത്തകന് നിരീക്ഷണ നിർമ്മതവാദികൾക്കുള്ള വിമർശനത്തെ തടുക്കുകയാണ്. യോദ്ധാവ് ശത്രുക്കളുടെ ആയുധം കൊണ്ടുള്ള വിമർശനത്തെ എന്താണ് നശിപ്പിക്കലിനെ നേരിടുകയാണ് ചെയ്യുന്നത്. പിന്നെ നബി പറഞ്ഞ്, കെൽ ഖായിമി, രാത്രി മുഴുവനും നിസ്കരിക്കുന്ന സ്ഥാനത്താണെന്ന് പറഞ്ഞു. വലിയ തത്വയിലുണ്ട് സ്നേഹിതന്മാരെ. ചിലപ്പോൾ അവനെ ആസ്പത്രിയിൽ കൊണ്ടെത്തിക്കാനും ചിലപ്പോൾ ഏകാനത്ത പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കേണ്ടി വരും. അപ്പോഴൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ 2-3 മണിയാവും, ഉറക്കം നഷ്ടപ്പെടും. എന്നാൽ നബിയാണ് ആ ഉറക്കം നഷ്ടപ്പെട്ടതല്ല, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്ഥാനത്താണെന്ന, ആ സമയമൊക്കെ തഹജ്ജുദിലെ സ്ഥാനത്താണെന്ന. അതുപോലെ തന്നെ വകസ്വായിമി, നോമ്പ് നോൽക്കേണ്ട മാതിരിയാണെന്നാണ്. എന്തെങ്കിലും അങ്ങനെ ഉപമിച്ചത്? ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കുമ്പം സമയത്ത് തിന്നാലും ചോറ് വെച്ചാനൊക്കെ സഹായിച്ചോളുന്നില്ല. എങ്കിൽ സമയത്ത് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ സാധ്യമല്ല വന്നാൽ നിങ്ങൾക്ക് നോമ്പോറ്റിൻ്റെ പുണ്യമാണെന്നാ. നോമ്പോറ്റിൻ്റെ പുണ്യമാണെന്ന് റസൂല പറയാണ്. അപ്പം ഇതിൽ നിന്ന്, ഈ നബിൻ്റെ ഏതാനും ഈ വചനങ്ങളിൽ നിന്ന് തന്നെ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനം നമുക്ക് മനസ്സിലാക്കാം. ഇനി വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞു, ഇന്നല്ലദീന ആമനു
തീർച്ചയായും വിശ്വസിച്ചൊരു കൂട്ടർ അമിനു സാലിയാത്തി അവർ സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവർ സയജു ലഹുർ റഹ്മാൻ ബുദ്ധാന ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം അവർ കിട്ടുകൊടുക്കുന്ന. നമുക്ക് ഈമാൻ വേണം, പുണ്യകർമ്മം നമ്മൾ ചെയ്യണം. എന്നാൽ നമ്മുടെ കഠിന ശത്രുക്കൾക്ക് വരെ നമ്മെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സ്വഭാവം ഇട്ടുതരുന്ന. ഇവിടെ പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ സ്നേഹിതന്മാരെ? നമ്മൾ നിസ്കരിച്ചെന്നുകൊണ്ട് നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുമോ? നമ്മൾ റംസാൻ മാസത്തിൽ പട്ടിണി കിടന്ന് ഹോട്ടലൊക്കെ ബന്ധിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ മുസ്ലിങ്ങൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുമോ? നമ്മൾ ഹജ്ജിന് മക്കത്തേക്ക് പറഞ്ഞ് എന്നാൽ ശത്രുക്കൾക്ക് സ്നേഹം ഉണ്ടാവുമോ? അപ്പം ഇവിടെ അള്ളാഹ് പറയുന്നത് എന്താ? ഈമാനും അമലുസാലി ഉണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം ഞാൻ ഇട്ടുകൊടുക്കുന്ന. അപ്പോൾ ഇവിടെ ഖുർആൻ വേദാക്കൾ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അമലുസാലിയാണ്, നിസ്കാരം നോമ്പുമല്ല, ദിക്റും ദുആവുമല്ല, ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ ഒടുക്ക് വരെ എത്തണം? മതത്തിൻ്റെ വേലിയില്ലാതെ ആ മുസ്ലിങ്ങൾക്ക് വരെ കടന്നു ചെല്ലണം. ഇപ്പം നമ്മൾ തറാവി 11 നിസ്കരിക്കണത്, സുന്നികൾ 21 നിസ്കരിക്കുക. അതുകൊണ്ട് മുജാഹിദിനോണ്ട് പ്രത്യേകം താല്പര്യം ആ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുമോ? നമ്മൾ നിസ്കാര ശേഷം കൂട്ടുപാടത്തിന് നടത്തുന്നില്ല, സുന്നികൾ കൂട്ടുപാടത്തിന് നടത്തുന്നുണ്ട്. അത് കാരണത്താൽ നമ്മോട് വലിയ മതിപ്പെന്താ ഉണ്ടാകുക? നമ്മൾ അള്ളാഹിനെ മാത്രമേ വിളിച്ചു തോന്നുള്ളൂ, മറ്റുള്ളവർ ബദീങ്ങളെ വിളിച്ചു തോന്നുന്നുണ്ട്. അത് കാരണത്താൽ നമ്മോട് മതിപ്പുണ്ടാവുമോ? അപ്പം അവർക്ക് മതിപ്പുണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ അവരിലേക്ക് വരെ കടന്നു ചെല്ലണം. നമ്മൾ സുന്നികൾ സക്കാത്ത് കൊടുക്കുമ്പോൾ ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കണില്ല. നമ്മൾ ആ മുസ്ലിങ്ങളെ വീട് എണ്ണിങ്ങാണ്ട് അവർക്കും സക്കാത്ത് കൊടുക്കുകയാണ്. സുന്നികൾ ഉലിയത്തിൻ്റെ ഇറച്ചി ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കണില്ല. നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഉലിയത്തിൻ്റെ ഇറച്ചി ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ്. നമ്മൾ സുന്നികളെ വിത്ര സക്കാത്ത് ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കണില്ല. നമ്മൾ വിത്ര സക്കാത്തിൻ്റെ അരി ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ്. എന്നാൽ നമ്മോട് മതിപ്പുണ്ടാവും, എന്നാൽ നമ്മോട് സ്നേഹം ഉണ്ടാവും ചെയ്യും. അപ്പം അള്ളാഹ് പറഞ്ഞ എന്താ? ഇന്നല്ലദീന ആമിനു വഅമിലു സാലിയാത്തി, ഈമാനുണ്ട് അമൽ സാലി ഉണ്ടെങ്കിൽ പഠിച്ചവൻ നിങ്ങളെ കഠിന ശത്രുക്കളുടെ മനസ്സിൽ നിങ്ങൾ വേണം, നിങ്ങളെ ആവശ്യമാണ്. നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്കൊന്നും പോകാൻ പറ്റൂല, കാരണം എനിക്ക് വീടില്ലാതെ ഇരുന്നപ്പം എൻ്റെ മതം ശ്രദ്ധിച്ചില്ല. ആ മുസ്ലിങ്ങളാണ് എനിക്ക് വീടുണ്ടാക്കി തന്നത്. എനിക്ക് രക്തത്തിന് ആവശ്യമുണ്ടായപ്പോൾ എൻ്റെ മതത്തിൽപ്പെട്ടവർ എനിക്ക് രക്തം തന്നില്ല, ഒരു മുസൽമാനാണ് എനിക്ക് രക്തം തന്നത് എന്ന ചിന്ത ഉണ്ടാകുമ്പം നമ്മോട് എന്തുണ്ടാവും? ആ മുസ്ലിങ്ങൾക്ക് മതിപ്പും സ്നേഹവും ഉണ്ടാവും. അപ്പം നമ്മുടെ ജീവകാരുണ്യ, ഇസ്ലാമിൽ പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനം മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, മറ്റുള്ളവരിലേക്ക് വരെ കടന്നു ചെല്ലണം. അങ്ങനെ കടന്നും ചെന്നി. ഒരിക്കൽ ഇതുപോലെ പള്ളിയിൽ നബി ഇരിക്കുകയാണ്. ഒരു ജൂതൻ വന്നിട്ട് പറഞ്ഞു, ഇനി മജൂദ്, മുഹമ്മദെ ഞാൻ ക്ലേശിതനാണ്, പ്രയാസം അനുഭവപ്പെടുന്നവനാണ്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് നബി യുദ്ധ സ്വത്തൊക്കെ വിതരണം ചെയ്യുകയാണ്. അപ്പോഴാണ് കയറി വന്നത്. അപ്പം നബി പറഞ്ഞ്, ഇത് മുസ്ലിങ്ങൾക്കുള്ളതാ, അനക്കുള്ളതല്ല എന്ന് പറഞ്ഞു, ഇസ്ലാമിൻ്റെ ശത്രുവായ നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അൽബാക്കൽ ആയത്തിറങ്ങിയത്, ഇന്നല്ലതി ലൈസലൈക ഹുദാഹുൻ, നബിയെ മനുഷ്യന്മാരൊക്കെ മുസ്ലിമാക്കാൻ എനിക്ക് സാധിക്കുമോ? അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. അതുകൊണ്ട് അയാൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ കാരണത്താലും എനിക്ക് സഹായമല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. മനുഷ്യന്മാരൊക്കെ ഇസ്ലാമാക്കാൻ എനിക്ക് സാധിക്കുന്നതാണോ എന്ന് പറഞ്ഞ് ആയത്തെ തന്നെ അള്ളാഹ് അവതരിപ്പിക്കുകയാണ്. അതേമാതിരി സക്കാത്തിന് 8 വിഭാഗത്തെ പറഞ്ഞു. അതിൽ വൽ മുഅല്ലഫത്തി ഖുലൂബു എന്നാണ് ഒരു വിഭാഗം, ഹൃദയം ഇണക്കപ്പെട്ടവർ. ഇവിടെ മുയദ്ദീൻ ഷെയ്ഖ് അള്ളാഹ് അദ്ദേഹത്തിൻ്റെ ഉഞ്ഞത്തു താലിബിൽ വരെ പറഞ്ഞത് കുഫാറാണ്, മുസ്ലിങ്ങളാണെന്ന. ഇനി സുന്നികൾ വളരെ ബഹുമാനിക്കുന്ന തഫ്സീറാണ് തഫ്സീർ ജലാലൈനി, പള്ളി ദർസിലൊക്കെ ഉള്ള തഫ്സീറാണ്. ആ ജലാലൈനി വരെ പറയുന്നത് കുഫാർ എന്ന, കാഫിരിങ്ങളാണെന്ന. കാഫിരിങ്ങൾക്ക് നബി കൊടുത്തത് ധാരാളം സക്കാത്ത് നബി കൊടുത്ത ഹദീസുണ്ട്, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്.
സക്കാത്തിൽ നിന്ന് തന്നെ പ്രവാചകൻ വലിയൊരു പ്രവിശ്യ നിറയെ ആടിനെ നബി അമുസ്ലിങ്ങൾക്ക് കൊടുത്തുന്ന. അപ്പം ഈ വിഷയത്തിൽ ഏത് വിഷയത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം, സാമൂഹ്യക്ഷേമ പ്രവർത്തനം, ഇതിലൊന്നും ഇസ്ലാം മതം മതത്തിൻ്റെയും ജാതിൻ്റെയും വേലികൾ ഒരിക്കലും നിർമ്മിക്കണില്ല. അതിനപ്പുറമുള്ള ഇതാണ് ഇസ്ലാം ദർശിക്കുന്നത്. അങ്ങനെ ഉണ്ടായാലും മാത്രമേ സുഹൃത്തുക്കളെ റംസാൻ മാസം വരാൻ വേണ്ടി മുസ്ലിങ്ങളായ നമ്മൾ പ്രതീക്ഷിക്കണേക്കാൾ മുസ്ലിങ്ങൾ പ്രതീക്ഷിക്കും. കാരണം റംസാൻ വന്നാൽ ഒരിക്കലും സക്കാത്ത് കൊടുക്കുന്ന ഏർപ്പാടുണ്ട്, വിത്ർ സക്കാത്ത് കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. ആ സഹായമൊക്കെ നമുക്കും കിട്ടും. ബലി പെരുന്നാൾ വരാൻ മുസ്ലിങ്ങളെക്കാളും ചിലപ്പോൾ അവർ ആഗ്രഹിച്ചു വരും. കാരണം അവർക്ക് സഹായങ്ങൾ ലഭിക്കണം. അപ്പം വിശുദ്ധ ഖുർആന് ഈ ജീവകാരുണ്യ പ്രവർത്തനം, സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന് മതത്തിൻ്റെയും ജാതിൻ്റെയും വേലികൾ ഒരിക്കലും എന്താണില്ല, നിർമ്മിക്കണില്ല. ഇനി ഉള്ളത് നമ്മുടെ ഉദ്ദേശം എന്താണെന്നാ. ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ? പരലോകം തന്നെയായിരിക്കണം. നിസ്കരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഉദ്ദേശം? പരലോകമാണ്. അതുപോലെ തന്നെ ഇത് ആർക്കും തർക്കമല്ല. ആളെ കാണിക്കണമെന്ന് മുജാഹിദുകൾ ആരും പറയുന്നില്ല, ആരും പറഞ്ഞിട്ടുമില്ല. ജീവകാരുണ്യ പ്രവർത്തനം, സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തുമ്പോൾ പരലോകം തന്നെയായിരിക്കണം നമ്മുടെ ഉദ്ദേശം. പരലോകത്ത് പ്രതിഫലം കിട്ടണമെന്നായിരിക്കണം. രണ്ടാമത് നമ്മൾ മുസ്ലിം ആവുക. നമ്മളെന്തിനാണ് നിസ്കരിക്കുന്നത്? മറ്റുള്ളവർ നിസ്കരിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കണ്ടേ? ഹിന്ദുക്കൾ നിസ്കരിക്കാൻ തുടങ്ങുക. അപ്പം നിസ്കരിക്കാൻ അവിടെ വേറെ ആളുണ്ടല്ലോ, നമ്മൾ നിസ്കരിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ മുസ്ലിം ആവാനാ. കാരണം മുജാഹിദ് ഇസ്ലാമിക പ്രസ്ഥാനത്തെ പുലർത്താനുള്ള കാരണം എന്താ? ഒരു കൂട്ടർ പറഞ്ഞത് ജീവകാരുണ്യ പ്രവർത്തനം, സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്താൻ ഇവിടെ വേറെ തന്നെ ആളുണ്ടല്ലോ, നമ്മളതിലൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശിർക്കിനെതിരെയും വിദ്യാർത്ഥിനെതിരെയും ഭേദറിഞ്ഞാൽ മതി. ഇത് പറഞ്ഞിട്ടാണ് സയ്യിദന്മാരെ തൗഹീദ് പ്രസ്ഥാനത്തെ ഒരു ഭാഗം നടുക്ക് കഷ്ണിച്ച് പുലർത്തിയത്. ഇവർ പ്രധാനമായും ഇവർ പണ്ഡിത ചർച്ചയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ വരെ പറഞ്ഞു സാമൂഹ്യക്ഷേമ പ്രവർത്തനം, യതീം കുട്ടികളെ സംരക്ഷിക്കൽ, ഖുർആൻ ക്ലാസ്, ഇതൊക്കെ നമ്മൾ കുറച്ചു കാലത്ത് നിർത്തിവെക്കണമെന്ന്. 10 പണ്ഡിതന്മാർ, മറുഭാഗത്തുള്ള 10 പണ്ഡിതന്മാർ എഴുതി ഒപ്പിട്ട പ്രബന്ധ, 2 പ്രബന്ധം അവതരിപ്പിച്ച് പണ്ഡിത ചർച്ചയിൽ. രണ്ടാമത്തെ പ്രബന്ധത്തിൽ ഇവർ പറയാം ഖുർആൻ ക്ലാസ് നടത്തൽ, സാമൂഹ്യക്ഷേമ പ്രവർത്തനം, യതീം കുട്ടികളെ സംരക്ഷിക്കൽ, ഇതൊക്കെ കുറച്ചു കാലത്തേക്ക് നിർത്തിവെച്ച് ഉപയോഗം തൗഹീദ് മാത്രം പറഞ്ഞു പോകണമെന്നാ. 10 പണ്ഡിതന്മാരെ എഴുതി ഒപ്പിട്ടതാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ പ്രബന്ധം കാണിച്ചു തരാം. അപ്പം പ്രസ്ഥാനത്തെ നടുക്ക് പുലർത്താൻ പറഞ്ഞ കാരണം എന്താ? ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ആളുണ്ടല്ലോ. നമ്മൾ മുജാഹിദ് എന്തിനാ മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ? ശിർക്കിനും വിദ്യാർത്ഥിനും ഇവിടെ പ്രസംഗിക്കാൻ ആരാളുള്ളത്? ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ കോൺഗ്രസ്സുകാരില്ലേ, യൂത്ത് ലീഗുകാരില്ലേ, മാർക്സിസ്റ്റുകാരില്ലേ, സഖാക്കളില്ലേ? കോൺഗ്രസ്സുകാർ കതറിട്ട് നടക്കണത് എന്തിനാ? സഖാക്കൾ എന്തിനാ ചുവന്ന കുടി ആയിട്ട് നടക്കുന്നത്? അതൊക്കെ ജീവകാരുണ്യ പ്രവർത്തന. ഈ പരിശുദ്ധ റംസാൻ മാസത്തെ ക്ലാസ്സിൽ വരെ സയ്യിദന്മാർ ആഴ്ചവട്ടം പോലുള്ള പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുക. നബിമാർ മരുന്ന് വേണോ എന്ന് വന്നിക്കണോ? നബിമാർ വീട് വേണോ എന്ന് ചോദിച്ച് വന്നിക്കണോ? പഠിച്ചോലെ പള്ളിയിൽ റംസാൻ മാസത്തെ ക്ലാസ്സിൽ പ്രസംഗിക്കുക. ആ പണ്ഡിതൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, മറുഭാഗത്തുള്ള വല്ല പണ്ഡിതനാ. നബിമാർ മരുന്ന് വേണോ എന്ന് വന്നിക്കണോ? നബിമാർ വീട് വേണോ വന്നിക്കണോ എന്നാ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മൾ മുസ്ലിം ആവാനാ, മുസ്ലിമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, മരിക്കാനാണ്. നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം അതിനാണ് ചെയ്യുന്നത്. അത് ചെയ്യാത്തവൻ മുസ്ലിമല്ല, മുസൽമാനല്ല. കാരണം ഈമാന് പല ശാഖകളുണ്ടെന്ന് പറഞ്ഞ് അതിൽ ഏറ്റവും ചെറിയ ശാഖയാണ് ഇമാദത്തുൽ അദാ അനി ത്വരീഖ് എന്നാണ്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വഴിയിലെന്തെങ്കിലും ഉപദ്രവ വസ്തു കണ്ട്, മുള്ള് കണ്ട്, ഒരു കുപ്പി കഷ്ണം കണ്ടാൽ ഊര വളച്ച് സുജൂദ് നിസ്കരിക്കുമ്പോൾ ഊര വളക്കൽ മാത്രമല്ല ഈമാന്. നിസ്കരിക്കുമ്പോൾ നമ്മൾ ഊര വളക്കണം, കുനിയണം. അതേമാതിരി ഇടയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു വൃത്തികേട് കണ്ടാൽ കുഞ്ഞിങ്ങാണ്ട് അത് എടുത്തിടണം. അത് ഈമാൻ്റെ ശാഖയാണെന്നാ. അപ്പം ഞാൻ ഇടയിൽ കൂടെ ഇടവയിലൂടെ നടന്നു പോകുക. അപ്പം ഞാനൊരു മുള്ള് കണ്ടാൽ എൻ്റെ പിന്നിലെ ഒരു സഖാവ് വരുന്നുണ്ട്, അത് സഖാവ് എടുത്തിട്ടോളൂ.
ഒരു കോൺഗ്രസ്സുകാരൻ വരും ഓർത്തിട്ടു നോക്കിയാൽ എൻ്റെ ഈമാൻ പൂർത്തിയാകോ ചെയ്തമാർ സഖാവ ഈ മുള്ളെടുത്തിട്ട് കോൺഗ്രസ്സുകാരെ മുള്ളെടുത്തിട്ട് ഇനി എത്രത്തോളം നബി പറഞ്ഞ് നമ്മൾ മരിച്ചു എന്നാൽ പരലോകത്ത് ചെല്ലുമ്പം പഠിച്ചന് ആവലാതി പെടുക. ആദമിൻ്റെ മക്കളെ ഞാൻ വിശന്ന് നീ എന്നെ തീറ്റിച്ചോന്ന് പറയാം. അപ്പം നമ്മൾ പറയാ പഠിച്ചോന്ന് അന്ത റബ്ബുൽ ലോകത്തിൻ്റെ രക്ഷിതാവല്ലേ, നീ എങ്ങനെയാ വിശക്കുക? വിശന്നാൽ തന്നെ ഭക്ഷണം ഞങ്ങൾ ആകാശത്ത് കോണിയും വെച്ച് കയറിയത് ഞങ്ങൾക്ക് സാധിക്കുമോ എന്ന് അത്ഭുതത്തോട് ചോദിച്ചുമ്പോൾ അല്ലാഹ് പറയാ അമാ അലിം തന്നെ ഫുലാനെന്ന ഇന്നൊരു മനുഷ്യൻ മുസ്ലിം വേർതിരിക്കണില്ല. എൻ്റെ ഒരു അടിമ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അവൻ വിശന്ന് മനസ്സിലായില്ലേ? നീ അവന് വിശപ്പ് നിർത്തിക്കണമെങ്കിൽ, നീ അവന് ഭക്ഷണം കൊടുത്തിക്കണമെങ്കിൽ എനിക്ക് ഭക്ഷണം തന്നതിന് സമാവുന്ന നബി പറഞ്ഞോ. നമ്മൾ പരിശുദ്ധ റംസാൻ മാസം തറാവിസ്കരിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചോൻ പറഞ്ഞ് എടാ റംസാൻ മാസത്തിൽ ജീവിക്കാനൊക്കെ ആരോഗ്യം തന്നില്ലേ, എന്നിട്ട് എന്തുകൊണ്ട് തറാവിസ്കരിച്ചില്ല എന്നുള്ള വേവലാതിപ്പെടുവോ? ഒരിക്കലും വേവലാതിപ്പെടൂല. അതേമാതിരി നബി പറയാണ് ആദമിൻ്റെ മക്കളെ ഞാൻ ദാഹിച്ച് ഇജ് ദാഹജലം തന്നോ? അപ്പം നമ്മൾ അത്ഭുതത്തോട് ചോദിക്കുകയാണ് പഠിച്ചോനെ എങ്ങനെ ദാഹിക്കുക? ഇജ് ലോകത്തിൻ്റെ രക്ഷിതാവല്ലേ, എനിക്ക് ഉൾക്കാൻ ദാഹജലം കയറി വരിക. അപ്പം അല്ല പറയാ എനിക്കറിയില്ല ഇന്ന മനുഷ്യന് അവൻ ദാഹിച്ച് അവിടെയും മനുഷ്യന് അടിമ എന്ന് പറഞ്ഞുള്ള മുസ്ലിം കണ്ടിട്ടില്ല. നീ അവന് ദാഹജലം കൊടുത്തിക്കണമെങ്കിൽ എനിക്ക് ദാഹജലം തന്നീ സമാണെന്നാ. മറിനൂത്ത് യബിന ആദമിൻ്റെ മക്കളെ ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചോ? അപ്പം നമ്മൾ പറയാ പഠിച്ചോനെ എനിക്കെങ്ങനെ രോഗമാകുക? ഇജ് ലോകത്തിന് രക്ഷിതാവല്ലേ, ഇനി എങ്ങനെ ഞങ്ങളെ സന്ദർശിക്കുക? ആകാശത്ത് കോണി വെച്ച് തരാൻ നമുക്ക് സാധിക്കോ എന്ന് പറയുമ്പം പഠിച്ചോൻ പറയാ എൻ്റെ ഒരു അടിമ. അവിടെ മുസ്ലിം പറയുന്നില്ല. ഇന്ന രാമൻകുട്ടി ഇന്ന ലക്ഷ്മിക്കുട്ടി രോഗിയായി അറിഞ്ഞോ? ഇജ് അവനെ സന്ദർശിക്കണി എന്നെ സന്ദർശമാണെന്ന് നോക്കണങ്ങൾ. ഒരു മനുഷ്യന് രോഗമായാൽ പഠിച്ചോന് രോഗമായ മതിയാ. ഒരു മനുഷ്യനെ നമ്മൾ രോഗിനെ സന്ദർശിച്ചാൽ പഠിച്ചോനെ സന്ദർശിച്ച് സമാണെന്ന. അപ്പം ഞാൻ പറഞ്ഞ ഇതൊക്കെ സഖാക്കൾ ചെയ്താൽ, കോൺഗ്രസ്സുകാർ ചെയ്താൽ നമ്മൾ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടുമോ? പഠിച്ചോൻ പറയോ ഇജ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലടാ, ഇന്നോന് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന സ്ഥല അവിടെ രാഷ്ട്രീയക്കാർ കിണറുത്തിക്കണ്, അവിടെ ഇജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നോന് പട്ടിണി കിടന്നപ്പം അത് ഗവൺമെൻറ് എന്താണ് ഭക്ഷണം ഫ്രീ ആയിട്ട് റേഷനറി കൊടുത്തിക്കണ്, ഇജ് ശ്രദ്ധിക്കേണ്ട ആവശ്യമല്ല. അപ്പം നമ്മളിത് ചെയ്യുന്നത് എന്തിനാ? വേറുള്ളവർ ചെയ്യുന്നുണ്ടോ അല്ല നോക്കിയിട്ടല്ല. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു മഹലിൽ നിസ്കരിക്കുന്ന സ്വഭാവമുണ്ട്, സക്കാത്ത് കൊടുക്കുന്ന സ്വഭാവമല്ല. അപ്പം നമ്മൾ തീരുമാനിക്കുക നിസ്കാരം കുറച്ച് കാലത്ത് നിർത്തിവെക്കുക. ഇപ്പം എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഇനി സക്കാത്ത് പറയാമെന്ന് വെക്കാൻ പറ്റുമോ? ഇപ്പം ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനമൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടെന്നാ, അതിലെല്ലാവരും മുന്നിക്കുണ്ടെന്നാ, അതുകൊണ്ട് നമ്മൾ നിർത്തിവെക്കുക. നമ്മൾ തൗഹീദും വിദ്യാർത്ഥും മാത്രം പറഞ്ഞു വളാക്കുക. എന്നാൽ ഞാൻ ചോദിക്കുക, ഒരു മഹലിൽ സക്കാത്ത് കൊടുക്കുന്ന പരിപാടിയില്ല. അപ്പം പറയാണ് ഇനി നിസ്കാരം കുറച്ച് നിർത്തിവെക്കുക, സക്കാത്തിൻ്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ ഒരു സ്ഥലത്ത് സക്കാത്ത് കൊടുക്കുന്ന നിസ്കാരമല്ല. അപ്പം പറയാ ഇനി സക്കാത്ത് കൊടുത്താൽ നിർത്തിവെക്കുക, സക്കാത്ത് കൊടുക്കാൻ നിർത്തിവെക്കുക. നമ്മളെന്താകുക ഈ കാര്യം ശ്രദ്ധിക്കുക. നിസ്കാരത്തിൻ്റെ കാര്യം എന്ന് വെക്കാൻ പറ്റുമോ സ്നേഹിതന്മാർ? ഒരിക്കലും. കാരണം മതനിഷേധിനെ കണ്ടോ എന്ന് പറയാം, അവൻ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കൂലാണ്. അപ്പം നമ്മളെന്തിനാ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്? മതനിഷേധി ആവാതിരിക്കാൻ, മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ വേണ്ടിയാ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. അത് നടത്താൻ അവിടെ വേറെ ആളുണ്ടോ? റെഡ് ക്രോസ് സംഘം കഴിഞ്ഞായിട്ട് നിൽക്കുകയല്ലേ. റെഡ് ക്രോസ് സംഘം എന്തിനായിനാ? ഒരു നോക്കിക്കോളും, അവര് നോക്കിക്കോളും എന്ന് വെക്കാൻ പറ്റൂല. ഇത് നമ്മളെ ഈമാനിൻ്റെ ശാഖയാ. മുസ്ലിം ആവണമെങ്കിൽ ചെയ്യേണ്ടതാ, അല്ലെ പഠിച്ചോ നമ്മളെ വിചാരണ ചെയ്യുമെന്ന് പറയാണ്. ഇനി രണ്ടാമതോ, ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നിർബന്ധമായ മതപരിവർത്തനം പാടില്ല. ആ മുസ്ലിങ്ങളൊക്കെ ജാതി മതമില്ലാതെ ചെയ്യാം. അപ്പോൾ ആ മുസ്ലിങ്ങൾക്ക് ഒരു ആകർഷണം ഉണ്ടാവും, എത്ര നല്ല മതമാണ് ഈ മതം, ജാതി മതം നോക്കാതെ കണ്ണീരൊപ്പുണ്ടല്ലോ. ഇതിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ ഇസ്ലാമിക പ്രസ്ഥാനം പറഞ്ഞു. എന്നിട്ട് പോലീസിൽ ഗവൺമെൻറ്റിന് വരെ ഒരു പെറ്റീഷൻ കൊടുത്ത്
മതപരിവർത്തനം നടത്താൻ വേണ്ടി സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തുന്ന ഇവർ പറയുന്നുണ്ട്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാണ്. നമ്മൾ നിർബന്ധ മതപരിവർത്തനം നടത്തുന്നുണ്ടല്ലോ. ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തി മതപരിവർത്തനം നടത്തുകയാണ്. മതപരിവർത്തനം നടത്തുന്ന നമ്മൾ പറഞ്ഞത് എന്താ? നമ്മൾ എല്ലാവർക്കും അമുസ്ലിങ്ങൾക്കൊക്കെ തന്നെ ഈ പ്രവർത്തനം പോകണം. അപ്പം അവർക്ക് ഇസ്ലാമിനോട് മതിപ്പുണ്ടാകുക. അങ്ങനെ എത്ര ഹദീസ് ബുഖാരി മുസ്ലിം ഉണ്ട്. അൻസല്ലാ പറയാ, ഞങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിൻ്റെ തൗഹീദ് മനസ്സിലാക്കി മാത്രം മനസ്സിലാക്കിയിട്ടല്ല. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ. മുഹമ്മദിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ആകൃഷ്ടരായിട്ടാണ്. അങ്ങനെ മുസ്ലിമായ ശേഷം പിന്നെ ഞങ്ങൾക്ക് ജീവനേക്കാളും വലിയത് ഇസ്ലാമായി. അപ്പം എല്ലാ സഹാബിമാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നബിൻ്റെ തൗഹീദ് പ്രസംഗം കേട്ടിട്ട്, നബിൻ്റെ ഖുർആൻ ക്ലാസ് കേട്ടിട്ടല്ല, നബിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ആകൃഷ്ടരായിട്ടാണെന്ന്. അങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന ശേഷം ഇസ്ലാമിൽ ഞങ്ങൾ പഠിച്ചാൻ തുടങ്ങി. അപ്പം പിന്നെ എന്തുദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത്? ആ ഉദ്ദേശത്തെക്കാളൊക്കെ വലുത് ഞങ്ങൾക്ക് ഇസ്ലാമായി എന്നാണ്. അബൂ തൽഹത്തുൽ അൻസാരി ആരാണ് അദ്ദേഹം? ഉഹുദ് യുദ്ധത്തിലൊക്കെ നബിനെ സംരക്ഷിച്ച സഹാബി വരെയാണ് അബൂ തൽഹത്ത് അൻസാരി. അദ്ദേഹം ഇസ്ലാമായത് എന്തിനാ? ഉമ്മു സുലൈം എന്ന പെണ്ണിനെ കെട്ടാനാ. അപ്പം ചിലർ പറയും ഓൻ പെണ്ണെട്ടാനാ ഇസ്ലാമായത്. ആയിക്കോട്ടെ, ഇസ്ലാമാണ് എങ്ങനെയാണ് എന്തിനല്ല, പിന്നെ ഓൻ്റെ ജീവിതം എങ്ങനെയാണ് നോക്കേണ്ടത്. നേരെ മറിച്ച് ആചാര കുടുംബത്തിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചോനോ പിന്നെ മോശമാണില്ലേ. അപ്പം ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പം ഓൻ്റെ ഉദ്ദേശം നമ്മൾ അളക്കാൻ പോണ്ട. ഓന് പൈസക്ക് വേണ്ടിയോ പെണ്ണിട്ടാനോ വേണ്ടിയായിരിക്കും. പിന്നെ ഇസ്ലാമിനെ പഠിക്കാൻ അവസരം കിട്ടുകയാണ്. അപ്പം പിന്നെ പെണ്ണിനേക്കാളും വലുതോനെന്താ ഇസ്ലാമാകുക. ഉമ്മു സുലൈം എന്ന പെണ്ണിനെ കിട്ടാൻ മാത്രമാണ് അബൂ തൽഹത്ത് അൻസാരി മുസ്ലിമായത്. പിന്നെ അദ്ദേഹം ഇസ്ലാമിനെ പഠിക്കാൻ അവസരം കിട്ടുക. അപ്പം പിന്നെ വാരിയായ ഉമ്മു സുലൈമിനേക്കാളൊക്കെ വലിയത് പ്രവാചകനായി ഇസ്ലാമാകുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ജീവകാരുണ്യ പ്രവർത്തനം അമുസ്ലിമിലേക്കും കടന്നു ചെല്ലണം. കടന്നു ചെല്ലുന്നത് നിർബന്ധിച്ചു അല്ല, മതപരിവർത്തനം നടത്താനല്ല. എടാ മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് വീടുണ്ടാക്കി തന്നില്ലേ, അതുകൊണ്ട് ഈ മുസ്ലിം ആകട്ടോ. മുസ്ലിമിൻ്റെ രക്തമല്ല എൻ്റെ ശരീരത്തിലൂടെ ഒഴുകണത്. മുസ്ലിമല്ല എനിക്ക് നെഗറ്റീവ് ഗ്രൂപ്പ് തന്നത്, അതുകൊണ്ട് മുസ്ലിം ആകട്ടോ എന്ന് പറയാൻ പറ്റൂല. നേരെ മറിച്ച് അവർക്ക് സ്വയം തോന്നുക എത്ര നല്ല മതമാണിത് എന്ന് വിചാരിച്ച് ഇസ്ലാമിലേക്ക് വന്നാൽ തെറ്റൂല. ഇതേ ഇസ്ലാമി പ്രസ്ഥാനം പറഞ്ഞോളൂ. ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ പട്ടിണിക്കും ദാരിദ്ര്യത്തിനൊന്നും ജാതിൻ്റെ വേലി കാണാത്ത മതമാണ്. ഞാൻ പട്ടിണി കിടന്നപ്പം നായർ നമ്പൂരി എൻ്റെ പൂജാരി എന്നെക്കുറിച്ച് അന്വേഷിച്ചില്ല. ആ പള്ളിയിലെ സെക്രട്ടറിയും പ്രസിഡന്റ് കമ്മിറ്റിക്കാരാണ് എന്നെ സന്ദർശിച്ചത്. പള്ളി കമ്മിറ്റിക്കാർ വെറും ഔലുണ്ടാക്കാനും മൂത്രപ്പല നന്നാക്കാനും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. പള്ളി കമ്മിറ്റി നിഖില മേഖലകളും ഇത്തരം വിഷയമൊക്കെ ശ്രദ്ധിക്കണം. അങ്ങോട്ടും പള്ളി കമ്മിറ്റിക്കാർ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ നീങ്ങണം. ഒരു അമുസ്ലിമിന് വീടില്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ അവന് വീടുണ്ടാക്കി കൊടുക്കാം പള്ളി കമ്മിറ്റി നീങ്ങണം. കാരണം ഒരു BJP-ക്കാരൻ്റെ പ്രസംഗം തിരുവണ്ണൂർ ഞാൻ കേട്ട്. എന്താ BJP-ക്കാരൻ പ്രസംഗിക്കണത്? എന്താ നിങ്ങളെ പള്ളി കൊണ്ട് ഉപകാരം? മൂത്രിക്കാനും മറക്കിരിക്കാനും സൗകര്യമുണ്ടെന്ന് മാത്രം. നിങ്ങളെ പള്ളി കൊണ്ട് എന്താ കിട്ടുന്നത്? മൂത്രിക്കാനും സൗകര്യമുണ്ട്, മറക്കിരിക്കാനും സൗകര്യമുണ്ടെന്ന് മാത്രം. അങ്ങനെ തന്നെ അനുഭവം. ചിലപ്പോൾ ഓന BJP-ക്കാരൻ ഓന് മൂത്രിക്കാൻ സൗകര്യം കിട്ടിയിട്ടുണ്ടാവും, കാക്ഷിക്കാനും സൗകര്യം കിട്ടിയിട്ടുണ്ടാവും. അപ്പം പറയാ എന്താ നിങ്ങളെ പള്ളി കൊണ്ട് വലിയ ഉപകാരമുള്ളത്? നബീൻ്റെ പള്ളി എല്ലാത്തിനും കേന്ദ്രമായിരുന്നു. സക്കാത്തിൻ്റെ ഭക്ഷണം കൊണ്ടുപോയി തൂക്കിയിട്ടിനി. പള്ളിയിൽ തന്നെയാണ് നബി ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തുന്നത്. മീറാബിൻ്റെ ഒരു ഭാഗത്ത് എന്താണ് സക്കാത്ത് കമ്മിറ്റീനി. ഇന്ന് മീറാബിൻ്റെ അടുത്ത് കാലിയാർക്ക് ഉരുണ്ട് മറിഞ്ഞ് കിടക്കാനുള്ള റൂമായിരിക്കും. ഇസ്ലാമിൻ്റെ കാലത്ത് മീറാബിൻ്റെ അടുത്ത് തന്നെ ബൈത്തുൽമാല. പിന്നെ ഉമറുള്ളാൻ്റെ കാലത്ത് അത് പള്ളിയിൽ നിന്ന് മാറ്റി. എന്തുകൊണ്ട്? നിസ്കരിച്ചാൻ പിന്നോല് ഇതിങ്ങനെ കാണില്ലേ, തുറന്ന് കിടക്കുക. അപ്പം കളവ് പോകാൻ തുടങ്ങി. അപ്പം ഉമറുള്ള പറഞ്ഞ് സക്കാത്ത് കമ്മിറ്റിക്ക് ഭദ്രതല്ല, അതുകൊണ്ട് ഞാൻ വേറെ സക്കാത്ത് കമ്മിറ്റിൻ്റെ ബൈത്തുൽമാൽ വേറെ ഭാഗത്തേക്ക് എന്നാണ്. അങ്ങനെ മറുഭാഗത്തേക്ക് ആക്കുക, വേറെ സ്ഥലത്തേക്ക്, ഭദ്രമായ സ്ഥലത്തേക്ക് ഉമറുള്ളാൻ്റെ കാലത്ത് മാറ്റി. അതുവരെ സക്കാത്ത് കമ്മിറ്റിൻ്റെ ഓഫീസും മിഹ്റാബിൻ്റെ നിസ്കരിക്കണ മിഹ്റാബിൻ്റെ അടുത്തുള്ള റൂമായിനി. ഇങ്ങനെയായിരുന്നു ഇസ്ലാം മതം പോണത്. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്
ഇത് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഞങ്ങളത് എന്ത് തന്നെയാണ്? പല്ലോത്ത് കൂടിയിട്ട് തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾക്കില്ലാതെ ചില ഉദ്ദേശമുണ്ട്. അതെന്താണ്? മുസ്ലിമായി ജീവിച്ചണം, മരിച്ചണം. നിസ്കരിക്കണം എന്തിനാ? മറ്റോ നിസ്കരിക്കുന്നുണ്ടോ? സക്കാത്ത് കൊടുക്കണം എന്തിനാ? മറ്റൊരു സക്കാത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ നോക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പൈസ എത്ര ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ വകുപ്പ് കൊടുത്തോണം. അത് മുസ്ലിമാണ് കൊടുക്കണം. അത് നമ്മളെ മുസ്ലിമായി ജീവിക്കാനാ. മൂന്നാമത്തെ നമ്മൾ ചെയ്യുന്നതെന്താ? ഇസ്ലാമിനോട് മതിപ്പുണ്ടാവാം. ഇസ്ലാം പട്ടിണിക്കും ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനും മതത്തിൻ്റെയും ജാതിൻ്റെയും വേലി കെട്ടാത്ത മത എന്നൊരു മതിപ്പുണ്ടായി ആ മുസ്ലിമൊക്കെ ഇസ്ലാമിനുള്ള ശത്രുത അവസാനിച്ച് അവർ സ്വമേധയാ, നിർബന്ധമല്ല, നിർബന്ധം ചെലുത്താൻ പാടില്ല ആരെയും, അവർ സ്വമേധയാ വരികയാണെങ്കിൽ വന്നോട്ടെ. സ്വമേധയാ വരികയാണെങ്കിൽ വരാം. അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്, ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത്. ഇനി സ്നേഹിതന്മാരെ, ഇസ്ലാമിലൊരു അടിസ്ഥാന തത്വമുണ്ട്. ഉദ്ദേശം നന്നായ പോലെ മാർഗം നന്നാവണം. ഉദ്ദേശം നല്ല ഉദ്ദേശമാണ്, മാർഗം ചീത്തയാൻ പറ്റുമോ? ഇപ്പം ഒരു കള്ളനെ കുറിച്ച് ഞാൻ കേട്ടിക്കണ്. അയാളെ കക്കണത് എന്തിനാ? സാധുക്കളെ സഹായിക്കാനാണ് പറഞ്ഞത്. അയാളെ കളവെടുത്തത് എന്തിനാ? സാധുക്കളെ സഹായിക്കാനാണ്. അത് ഇസ്ലാം അത് അംഗീകരിക്കണില്ല. സാധുക്കളെ കണ്ണീരൊപ്പാൻ വേണ്ടി മോഷ്ടിക്കാൻ പാടില്ല. ഒരു കള്ളനായിന അതേമാതിരി അമൃതാനന്ദമായി സായിബാബ. ഇപ്പം അമ്മേൻ്റെ പ്രശ്നം വന്നല്ലോ. അപ്പോൾ ബുദ്ധിജീവികൾ എന്തിനാ അമ്മേനെ വിമർശിക്കണ്? അമ്മ ജീവകാരുണ്യ പ്രവർത്തനം, സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തുന്നില്ലേ? നടത്തിക്കോട്ടെ. പക്ഷെ ആൾ ദൈവമായി അഭിനയിക്കണോ? ജനങ്ങൾ ചൂഷണം ചെയ്യണോ? ഞാൻ ദൈവമാണ്, ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് പറയാതെ അവർക്ക് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തോട്ടെ, സായിബാബൻ്റെ രക്ഷ ചെയ്തോട്ടെ. പക്ഷെ അതിനൊക്കെ ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണ്, അവതാര പുരുഷനാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യേണ്ട ആവശ്യം എന്താ? അപ്പം ഇസ്ലാം അത് സമ്മതിക്കണില്ല. അമദാനമായി വലിയ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ടാവും, സായിബാബ നടത്തുന്നുണ്ടാവും. പക്ഷെ അവർ ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി പൈസ സ്വരൂപിക്കണം. എങ്ങനെയാ? അത് ദൈവത്തിൻ്റെ അവതാരമാണ്, എന്തോ ദിവ്യത്തെ ഞങ്ങൾക്കുണ്ടെന്ന് വരുത്തിയിട്ട് ചൂഷണം ചെയ്യുകയാണ്. വിശ്വാസികൾ ചൂഷണം ചെയ്തിട്ടാണ് ഉണ്ടാണത്. അത് ഇസ്ലാം അത് ഒരിക്കലും അനുവദിക്കണില്ല. ഇസ്ലാം നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുകയാണെങ്കിലും അതിന് പൈസ ഉണ്ടാക്കുന്നത്, സ്വരൂപിക്കുന്നത് ഹലാലായ അനുവദിച്ച മാർഗത്തിലാവണം എന്നർത്ഥം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പം അതെടുത്ത് പറയും ആൾ ദൈവമെന്ന് പറഞ്ഞാൽ ചതി നടത്തുക, വഞ്ചന നടത്തുക. അപ്പം അതിനെതിർക്കുമ്പോൾ അറിയാം എന്തിനാ അമ്മനെ എതിർക്കാൻ പോണ്, എന്തിനാ സായിബാബനെ എതിർക്കാൻ പോണത്? ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നില്ലേ? സൂത്രാടന്മാരിനാണ് കള്ളനും അങ്ങനെ തന്നെയാ. ഓനെ കക്കണ എന്തിനു വേണ്ടിയാ? സാധുക്കളെ തീറ്റിക്കാൻ വേണ്ടി. അതുകൊണ്ട് കക്കൽ ശരിയാന്ന് വരിക, മൂപ്പനെ പിടിക്കണ്ടെന്ന് പറയാം. അപ്പം ഇസ്ലാമിൻ്റെ പൊതുതത്വം എന്താ? ഉദ്ദേശം ശരിയായ മാത്രം പോരാ, തിരഞ്ഞെടുക്കണ മാർഗം ശരിയാവണം. അത് ഏത് വിഷയത്തിലുണ്ട്. ഇപ്പം ചികിത്സ, ഹറാമായ ചികിത്സകൾ ചെയ്യുക. ഇപ്പം സെൽഫിങ്ങൾക്ക് തന്നെ ജിന്നെ തല്ലി ഇറക്കണ ഏർപ്പാടുണ്ട്. ചിലപ്പോൾ അലോപ്പതി ഡോക്ടർമാരെ ചികിത്സിച്ച് പരാജയപ്പെട്ടത്, ആയുർവേദിക് ഡോക്ടർമാർ പരാജയപ്പെട്ടത് ഈ സെൽഫികളെ സമീപിച്ച ചിലപ്പോൾ രോഗം മാറിയെന്ന് വരും. രോഗം മാറില്ല അറിയണില്ല. ബാംഗ്ലൂർക്ക് കൊണ്ടുവരിക, സെൽഫി ടെസ്റ്റിന് കൊണ്ടുവരിക, ചെയ്ത്താൻ ഇറക്കാൻ വേണ്ടി. അപ്പം പല ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് മാനസിക രോഗം മാറാത്തത് ഈ സെൽഫികളെടുത്ത് കൊണ്ട് തച്ചപ്പം മാറിയെന്ന് വരും. ഈ അയ്യപ്പന്മാർ വെറുതെ ശബരിമലയ്ക്ക് പോണത് നിങ്ങളെക്കാൾ 100 ഇരട്ടി അനുഭവങ്ങൾക്ക് പറയാനുണ്ടാവും. രോഗം മാറിയതും ആഗ്രഹം സഫലീകരിച്ചതും. ഇനി ക്രിസ്ത്യാനികളെ മതം തന്നെ പ്രചരിപ്പിക്കണം എന്താ? നിങ്ങൾ സേലോൺ TV ഒന്ന് തുറന്നു നോക്കി, അതിലൂടെ മതം എങ്ങനെയാണ് ഇതാക്കണത്? ബൈബിളിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞ്, അല്ലെങ്കിൽ ഓരോ ഏകദൈവം ത്രിയേകത്വത്തിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞ്, ഇങ്ങനെയാണ് അവർ മതം പ്രചരിപ്പിക്കുന്നത്. എല്ലാ കുർബാനയിൽ പങ്കെടുത്ത് രോഗം മാറിയ അനുഭവങ്ങൾ ഓരോരുത്തരെ പങ്കെടുക്കുക, ഇങ്ങോട്ട് കരഞ്ഞ് പറയാ, ഓ എനിക്ക് എല്ലാ ഡോക്ടർമാരും കൈവിട്ട്, അപ്പം ഞാൻ കുർബാനയിൽ പങ്കെടുത്ത് രോഗം മാറി. ഇങ്ങനെ കുർബാനയിൽ പങ്കെടുത്ത് രോഗശമനം ലഭിച്ച സിദ്ധികൾ ലഭിച്ചത് ഈ അനുഭവങ്ങൾ പറയിച്ചും കണ്ടാണ് അവർ ചെയ്യണത്. നമുക്കത് പറ്റുമോ? നമ്മൾ ആചാരം കൊണ്ടുവരിക, എന്നിട്ട് പറയാമോ ഞാൻ എത്ര മരുന്ന് കുടിച്ച് സൊക്കേട് മാറില്ല, സംസം വെള്ളം കുടിച്ചപ്പോൾ സൊക്കേട് മാറിയെന്ന് വരും.
സംസം വെള്ളം കുടിച്ചപ്പോൾ മാറിയെന്ന് വരും. അതുകൊണ്ട് ഇസ്ലാമിന് ശ്രേഷ്ഠത ഉണ്ട് കേട്ടോ. ഞാൻ ഹജ്ജിനും ഉംറയ്ക്കും പോയി, അപ്പം എൻ്റെ സൊക്കേട് മാറി. ഇങ്ങനെ നമുക്ക് മതപ്രവർത്തനം നടത്താൻ പറ്റുമോ? ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ടോ? ഉദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ഇസ്ലാമിലെ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത അല്ല, യുക്തികൾ, സക്കാത്തിലെ യുക്തികൾ, ഹജ്ജിലെ യുക്തികൾ, ഖുർആന്റെ യുക്തി, ഇങ്ങനെ യുക്തിയുടെയും മഹത്തായ ഉപദേശങ്ങളുടെയും അള്ളാന്റെ മാർഗത്തിലേക്ക് ആൾ ക്ഷണിച്ചോന്നാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം ഇതാണ്. അതായത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗം എന്തായിരിക്കണം? ശുദ്ധമായിരിക്കണം. അത് ഏതിലും ഇസ്ലാമിലുണ്ട്. ചികിത്സയാണെങ്കിൽ പല ചികിത്സ നബി വിരോധിച്ച് ഇന്ന റുക്കാവ തമായിമ തിവിലത്ത ശിർക്കുൻ, ഏലസ്, ഐക്കല്ല്, മന്ത്രവാദം, തിവിലത്താണ് ആണും പെണ്ണും തെറ്റിയാൽ മഹബത്ത് ഉണ്ടാക്കുന്ന മന്ത്ര. ഇന്നും അങ്ങനെ ഉണ്ടല്ലോ. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് നല്ല സ്നേഹത്തിലായിരിക്കും ദമ്പതിമാർ, പിന്നെ പെണ്ണ് വരച്ചോനെ വേണ്ട അറിയും, അല്ലെ പുയ്യാപ്പിള വരച്ചോളെ വേണ്ട, അപ്പം പറയും ആരാ കൈവിഷം കൊടുത്താണ് അറിയും. എന്നിട്ട് മൊല്ലാക്കലത്തേക്ക് സ്നേഹം ഉണ്ടാക്കാൻ പോവുക. മൊല്ലാക്കി പെണ്ണുങ്ങളും തെറ്റിക്കായിരിക്കും കേട്ടോ. മൊല്ലാക്ക പെണ്ണുങ്ങളോട് തെറ്റിക്കായിരിക്കും. ആ മൊല്ലാക്കനടുത്തേക്ക് അപ്പം സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോണത്. ഈ മന്ത്രവാദം ശിർക്കാന്ന് പറയാം. കാരണം അദൃശ്യ അഭൗതികമായ നിലക്ക് എങ്ങനെയാണ് മനസ്സ് യോജിപ്പിക്കാൻ അല്ലല്ലാത്തവർക്ക് സാധിക്കുക? ഞാൻ കുറേ ആളുകളുടെ സ്നേഹബന്ധം ഉണ്ടാക്കിക്കണം. തലാക്കി എല്ലാം പറഞ്ഞ കേസ് വരെ ഞാൻ പറഞ്ഞു ഉപദേശിച്ച് നന്നാക്കിക്കണം, മനസ്സിനെ യോജിപ്പിച്ചിക്കണം. അത് കാര്യകാല ബന്ധത്തിൻ്റെ ദൃശ്യമായ ഭൗതികമായ നിലക്ക. മന്ത്രവാദം എങ്ങനെയാ? ഇവിടെ ഇങ്ങനെ കുടുകുടുന്ന് പറഞ്ഞാൽ അവിടെക്കുള്ള ആൾക്ക് സിഹിർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റാൾക്ക് രോഗം ഉണ്ടാക്കുക, പിരാന്ത് ഉണ്ടാക്കുക. ഇതൊക്കെ അദൃശ്യ മാർഗ തിബിലത്താണിറങ്ങുക. അപ്പം ഇതൊക്കെ ശിർക്കെന്ന് പറഞ്ഞപ്പം മക്കാമുശിരക്കന്മാർക്ക് അബൂജഹലിന് എന്തൊക്കെ അനുഭവം പറയാനുണ്ടായിനി? മുഹമ്മദെ തിബിലത്ത് കൊണ്ട് തെറ്റിയ ദമ്പതിമാർ യോജിച്ചിക്കണ്, മന്ത്രവാദം കൊണ്ട് സൊക്കേട് മാറിക്കണ്, നൂറ് അനുഭവം അവർക്കും പറയാനുണ്ടായിനി. പക്ഷെ അതൊക്കെ മാറ്റം എന്താ? ഇവർ പറഞ്ഞ് ഷെയ്ത്താനാണെന്നാ ഇപ്പോഴത്തെ സെൽഫികൾ പ്രസംഗിക്കണത്. ഒരാചാര് കുട്ടിനെ കിട്ടാൻ വേണ്ടി പലർത്തും നേർച്ചയാക്കി, ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് നോക്കി, കുട്ടിനെ കിട്ടണില്ല. അവസാനം ഗുരുവായൂരപ്പൻ കോളേജിലെ പ്രൊഫസർ പറഞ്ഞ് നിങ്ങൾ തുലാഭാരം ഗുരുവായൂർക്ക് തുലാഭാരം നടത്തി നേർച്ചയാക്കണം എന്നാണ്. കുട്ടി കിട്ടിയിട്ട് നേർച്ച പൂർത്തിയാക്കിയാൽ മതിയാണ്. നേർച്ച ചെയ്ത് ആ മനുഷ്യന് 1 നമ്പർ ചൊങ്കൻ ആൺകുട്ടിയെ കിട്ടുക. ഇവർ പറഞ്ഞ ഈ സെൽഫികൾ പറഞ്ഞാൽ പിശാച്ച് കൊടുത്തതാണെന്നാ. അത് പിശാച്ച്, നമ്മൾ പറഞ്ഞ പിശാച്ചൽ അർലിയാണ്. ഗുരുവായൂർക്ക് പോയാൽ അരവണ പായസം തിന്നാൽ സംസം വെള്ളം കുടിച്ചപ്പോൾ രോഗം മാറിയ അനുഭവം, അരവണ പായസം തിന്നിട്ട് ഹിന്ദുക്കൾക്ക് എത്ര പറയാനുണ്ടാവും? അപ്പം അരവണ പായസം കുടിച്ചിട്ട് സൊക്കേട് മാറി ആറാ മാറ്റി, അയ്യപ്പൻ മാറ്റിയല്ല, പിശാച്ച് മാറ്റിയോ അല്ല, അള്ള മാറ്റിയതാ. അതിന് ഇസ്തിദാജ് എന്നാ പറയാം. കയറൂരിങ്ങനെ വിടുക. അല്ല ഖുർആനിൽ പറഞ്ഞ് അല്ല എന്തേ പറഞ്ഞത്? മറ്റോരെയൊക്കെ വിളിച്ചു തരിക, ഓലുപകാരം ചെയ്തു തരൂല. ഓലുപകാരം ചെയ്യൂല, അള്ള ഉപകാരം ചെയ്യൂല എന്നല്ല. ബദിരിങ്ങളെ വിളിച്ചാൽ ബദിരിങ്ങൾ ഉപകാരം ചെയ്യൂല. ചിലപ്പോൾ അള്ള ഉപകാരം ചെയ്തു തരും. ഇവനെ പരീക്ഷിക്കാൻ വേണ്ടിയേ, ഇവൻ്റെ ഈമാനെ പരീക്ഷിക്കാൻ വേണ്ടി. അതാ ഫലമ്മാ നസൂമാ ദുഃഖിറൂബിഹി ഫതൈന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ എന്നാണ്. പടച്ചോൻ്റെ കൽപ്പനകൾ അവർ മറന്നപ്പം അനുഗ്രഹത്തിൻ്റെ എല്ലാ കവാടങ്ങളും വാതിലുകളും തുറന്നു കൊടുത്തു നിന്ന. അപ്പം അത് ചെയ്യണ ആരാ? ഫലം നൽകണ ആരാ? അതൊക്കെ പടച്ചോൻ നൽകണ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം, ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്തന്മാർ, പല സുന്നികൾ വരെ, പല ജമാഅത്ത് ഇസ്ലാമിക്കാർ വരെ എൻ്റെ കൈ പിടിച്ച് പറഞ്ഞിക്കണ്, നിങ്ങൾ ഭിന്നിച്ചത് ശരിയായില്ല, നിങ്ങൾ ഭിന്നിച്ചത് ശരിയായില്ല. ഇപ്പം എന്തേ മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കാരണവന്മാർ പറയോ? ഇവർ പറഞ്ഞ കാരണങ്ങളൊക്കെ ഇപ്പോഴും ഓല് ചെയ്യുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇവർ ചെയ്യണില്ലേ? ഇവർ തൗഹീദ് മാത്രം പ്രസംഗിച്ചെടുക്കുക. ഇതൊക്കെ പൊളിച്ചാൻ വേണ്ടി പറഞ്ഞോളൂ. നമ്മൾ കുറച്ച് കാലം ഇതൊക്കെ നിർത്തിവെച്ച് തൗഹീദ് മാത്രം പ്രസംഗിച്ചെടുക്കണത് പറയാ. പക്ഷേ ഇവർ നടപ്പാക്കുന്നുണ്ടോ? ഈ പറഞ്ഞ ആളുകൾ നടപ്പാക്കി കാണിച്ചു കൊടുക്കട്ടെ.
സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നിർത്തി വെറും ശിർക്കും വിദഗ്ധത്തിനെതിരെ പ്രസംഗിച്ചെടുക്കുക. അത് ചെയ്യുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞത് സെയ്തന്മാർ വെള്ളത്തിൽ വരച്ച മാതിരി ഇന്ന് പ്രസ്ഥാനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാരണങ്ങളൊന്നും നിലനിൽക്കണില്ല. ഒരു കാരണം ഇതായിരുന്നു, ജീവകാരുണ്യ സാമൂഹ്യ ഇഹ്വാനികൾ ഏർപ്പാടാ. ഇഹ്വാനികളാണല്ലോ. അതുകൊണ്ട് ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ വാർത്ത ഇഹ്വാനിയാവുന്നു. ഇഹ്വാനിയാകുക, മുസ്ലിമാകുക ചെയ്യുക, ഒറിജിനൽ മുസ്ലിമാകുക ചെയ്യുക. ഇതൊക്കെ ഇഹ്വാനികളെ ഏർപ്പാടാ. നമ്മളതൊന്നും ചെയ്യേണ്ടെന്ന് പറയാം. ഇനി ക്രിസ്ത്യാനികൾ ഈ വിഷയത്തിൽ നമ്മളെക്കാൾ ബഹുദൂരം സഞ്ചരിച്ച് ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ, എൻ്റെ നാട് എടവണ്ണ, എനിക്കറിയാം സെയ്തന്മാരെ രാവിലെ മുജാഹിദ് പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുക. എന്തിന്? വണ്ടൂരിൽ സാഹിബിൻ്റെ ആസ്പത്രി ഉണ്ട്. ആ സാഹിബ് വന്നിട്ട് ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കും, ഇഞ്ചക്ഷൻ ചെയ്യും. ആ സാഹിബിൻ്റെ ജീപ്പും കാത്ത് വാഹനം കാത്തിരിക്കുക. കാത്തിരിക്കേണ്ടത് എങ്ങനെയാ? നമ്മളെ പള്ളി കമ്മിറ്റിക്കാർ വാഹനമായിട്ട് വരുന്ന കാത്തിരിക്കേണ്ടത്, അല്ലെ വണ്ടൂരിലുള്ള മുജാഹിദിൻ്റെ പള്ളി കമ്മിറ്റിക്കാർ വാഹനമായിട്ട് വരുന്ന കാത്തിക്കേണ്ടത്. പക്ഷേ കാത്തിക്കണം എന്താ? വണ്ടൂരിലെ ക്രിസ്തീയ അച്ഛന് അവർ നടത്തുന്ന ഹോസ്പിറ്റല്, അതിൻ്റെ അച്ഛൻ ഡോക്ടർമാർ പോലെ വേഗമായിട്ട് വരാൻ വേണ്ടി മുസ്ലിങ്ങൾ സൊഫിക്കുക, കാത്തിക്കണ സ്വഭാവം. അപ്പം നമ്മളെക്കാളും ബഹുദൂരം അവർ സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിക്കാൻ പാടില്ല. നമ്മളായിരിക്കണം ഒരു സ്ഥലത്ത് ഒരു അപകടം സംഭവിക്കുക, വാഹന അപകടം നടക്കുക, എന്നാൽ അവിടെ ആദ്യം ഓടിയെത്തുന്ന ആരായിരിക്കണം? മുസ്ലിമായിരിക്കണം. സഖാക്കളൊക്കെ പിന്നെ ആയിരിക്കണം വണ്ടി എത്തുന്നത്. ഒരാൾക്ക് വീടില്ലാതെ ബുദ്ധിമുട്ടുക, അവൻ വീട് വേണമെന്നാണ് അവിടെ സമീപിക്കണം. ആരെ സമീപിക്കണം? ആദ്യം സമീപിക്കണം മുസ്ലിമായിരിക്കണം, പിന്നെ ആയിരിക്കണം ക്രിസ്ത്യാനി. പള്ളിയിലേക്ക് ബാങ്ക് കെട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അത് വേണം വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ നമുക്കിന്ന് എന്തേ പറ്റിയത്? ഒരു വശം കെട്ട് ഊതി വീർപ്പിച്ച് മറ്റേതിനെ പറ്റം കെട്ട് നമ്മൾ അവഗണിച്ചും ചെയ്ത്. സഹാബത്ത് അങ്ങനെയാ. സഹാബത്ത് എല്ലാ വിഷയത്തിനും. അതുകൊണ്ടാണ് അബൂബക്കർ ഒറ്റയ്ക്ക് ഹിജ്റ പോവുക. ഒറ്റയ്ക്ക് ഹിജ്റ പോവുകയാണ്. അപ്പം ഹിജ്റ പോണ സമയത്ത് മുശ്രിക്കിൻ്റെ നേതാവായ ഒരു നേതാവ് അബൂബക്കറിനെ കണ്ടുമുട്ടുക. ചോദിച്ച്, താങ്കൾ എടുക്കാൻ പോണേ? ഞങ്ങളെ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്ന കാരണം തങ്ങൾ ഉപദ്രവിച്ചില്ലേ? ബുഖാരി ഉദ്ധരിച്ച ഹദീസ. ഇബ്നു ദൂന മുശ്രിക്കിൻ്റെ നേതാവ്. അതുകൊണ്ട് നിങ്ങൾ നീട്ടിയാൽ കയ്യെത്താത്ത സ്ഥലത്തേക്ക് മദീനയിലേക്ക് ഹിജ്റ പോകുക, ആദർശം സംരക്ഷിക്കാൻ വേണ്ടി. അപ്പം ഇബ്നു ദൂന പറയാം, അബൂബക്കർ നിങ്ങളെപ്പോലുള്ളവരൊന്നും പോയാൽ പറ്റൂല. നിങ്ങൾ വസ്ത്രമില്ലാത്തവന് ജാതി മതം നോക്കാതെ വസ്ത്രം കൊടുക്കണേ. പട്ടിണി പാവങ്ങൾക്ക് ജാതി മതം നോക്കാതെ ഭക്ഷണം കൊടുക്കണേ. അന്നെപ്പോലുള്ളവർ നാട്ടിൽ നഷ്ടപ്പോയാൽ തിരിച്ചു വാ, അന്നെ മടക്കി കൊണ്ടുവരിക. എന്നിട്ട് ഇയാളെ റൂം ഒഴിവാക്കി കൊടുക്കുക, ഇവിടെ താമസിച്ചോ പറഞ്ഞിട്ട്. ഹിജ്റ പോകണ്ട, ഇവിടെ താമസിച്ചോ എന്ന് പറയാം. അതേമാതിരി ആവും സ്നേഹിതന്മാർ. നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നേരും മുസ്ലിം പറയില്ല. ഒരു അമുസ്ലിം പറഞ്ഞ നമ്മളെ ഉപകാര ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിൻ്റെ അനുഭവം അവനുണ്ടായാൽ അവൻ പറയെന്താ? ഇവരാവശ്യമാണ് നമ്മളെ മതത്തേക്കാൾ, എൻ്റെ മതത്തേക്കാൾ ആവശ്യമാണ് ഇവരെ മതം എന്ന് പറഞ്ഞ് ആകർഷിക്കും. അപ്പം നമ്മളെ മുന്നിലേക്ക് നടക്കാൻ ഇസ്ലാം മതം സ്വീകരിച്ചാൽ എന്താ? അതൊന്ന് ചുരുക്കി വിവരിക്കാം. ഒന്നാമത്തത്, മുസൽമാൻ ഒരു മരം പോലെ ആവണമെന്ന് പറഞ്ഞു. കശജറത്തിൻ തൊയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തു വ ഫറുഹാ ഫിസ്സമാ. മുസൽമാൻ്റെ ഒപ്പം ഇതാ ഒരു മരം പോലെയാ. ശാഖകൾ വിശാലമായി നിൽക്കുകയാണ്. ഏത് കാലത്തും പുഷ്പിക്കും കായ്ക്കുകയും ചെയ്യും. അതിൻ്റെ വേര് ഭൂമിയിലേക്ക് വീഴില്ല. റബ്ബറിൻ്റെ മരത്തിന് വളം ചേർക്കൽ എവിടെയാ? ദൂരത്ത് കൊണ്ടൊരു കുയിലിടല. എന്നാൽ റബ്ബറിൻ്റെ വേര് ആ കുയിലേക്ക് സഞ്ചരിക്കുക, വളം ഇതാക്കാൻ. ആ വളമുള്ള സ്ഥലത്തേക്ക് വൃക്ഷത്തിൻ്റെ പേര് പോവുക. എന്തിനാണ് വൃക്ഷം വളവും സ്വീകരിക്കുന്നത്? അതിന് ജീവിക്കാൻ. പക്ഷെ അത് ജീവിക്കണം ആർക്ക് വേണ്ടിയാ?
മറ്റവന് വേണ്ടിയാ. ഒരു മരം മറ്റവന് വേണ്ടിയല്ലേ ജീവിക്കണത്? അതുപോലെ ആയിരിക്കണം. നിങ്ങൾ പൈസ ഉണ്ടാക്കണം എന്തിനാ? നിങ്ങൾക്ക് ജീവിക്കാനാ. പക്ഷെ നിങ്ങൾ ജീവിക്കണം എന്തിനാ വേണ്ടിയാ? ആരാന് വേണ്ടിയാ? നിങ്ങളെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടിയല്ല. അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങളെ പെണ്ണുങ്ങളും കുട്ടികളും ജീവിക്കണം എന്തിനാ? ആരാന് വേണ്ടിയിട്ടാണ്. ഒരു മരത്തെ വെട്ടി മുറിച്ച് പെടാന്നല്ല വീഴുക, പതോന്നല്ല വീഴുക, അതുവരെ ആ മരം ആ ഘാതകന് നേരിട്ട് കൊടുക്കുക. ഖുർആന പറയുന്നത് മുസൽമാൻ്റെ ഉപമ ഒരു മരം പോലെയാ. വായ രക്ഷിച്ചവന് തല കൊടുക്കല്ല അവസാനം ചെയ്യണത്. അതുപോലെ മുസൽമാനാവണമെന്നാണ് ഖുർആൻ പറയുന്നത്. പരോപകാരത്തിന് വൃക്ഷം ഏറ്റവും വലിയ ഉദാഹരണമാണ്. അങ്ങനെ വളരണമെന്ന് പറയാം. സമൂഹത്തിൽ മുസൽമാൻ ജീവിക്കേണ്ടത് ഒരു ഫലവൃക്ഷം പോലെയാണ് ആവണമെന്ന് പറഞ്ഞത്. രണ്ടാമത് ഇസ്ലാമെന്ന് പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കെ വയറ് നിറച്ച് ഉണ്ടുന്നവൻ മുസ്ലിമല്ലാന്ന്. ലൈസൽ മൂമിനുല്ലദീ യശ്ബഉ വജാറു ജായു എന്നാണ്. ഈ കിടക്കുന്ന മനുഷ്യന്മാരൊക്കെ എങ്ങനെ ഉണ്ടായതാ? നിങ്ങളെ ബാപ്പ വല്യാപ്പ രണ്ടാമത്തെ മൂന്നാമത്തെ വല്യാപ്പ നായര നമ്പൂരി ആയിരിക്കും. മൂന്നാമത്തെ വല്യാപ്പ നമ്മളെ നായര നമ്പൂരി. എങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന ഇറ്റങ്ങൾ? നമ്മളെ യുദ്ധം ചെയ്തിട്ടാ. വടക്കേന്ത്യയിൽ അനാവശ്യമായ യുദ്ധം നടന്നിക്കണ്, കേരളത്തിൽ നടന്നിട്ടില്ല. എങ്ങനെ നമ്മൾ ഇറ്റങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്നത്? ഒരു നായര്, ഒരു നമ്പൂരി അല്ലെങ്കിൽ ഹരിജനം രാത്രി 10 മണിക്ക് മുട്ട് കേൾക്കുക. വാതിൽ മുട്ടുക, വാതിൽ തുറന്നു കൊടുക്കുക. അപ്പം മുസൽമാനെ കാണുന്നത് എന്താ? ഈ അസമയത്ത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചതാ. എന്തേ നിങ്ങൾ മാപ്പിള നിങ്ങളെന്തേ ഈ സമയത്ത് വന്നത്? ഞങ്ങൾക്ക് ചോറ് കഴിക്കാൻ സമയമായിക്കണ്. ഞങ്ങൾക്ക് ചോറ് കഴിക്കാൻ കൂട്ടാൻ കറിക്ക് രുചി ഉണ്ടായാൽ പോരാ, അയൽവാസിക്ക് തിന്നാനുണ്ടോയെന്ന് ഉറപ്പ് വരണം. ഞങ്ങളെ മതം ജാതി മതമൊന്നും വേർതിരിച്ചിട്ടില്ല. അതുകൊണ്ട് നായരെ, നമ്പൂരിയെ, ഹരിജനെ, നിങ്ങൾക്ക് തിന്നാനുണ്ടോ? ഞങ്ങൾക്ക് തിന്നണമെങ്കിൽ നിങ്ങൾക്ക് തിന്നാണ്ട് ഉറപ്പിട്ടണം. അതിൽ സെയ്തന്മാർ ഓല അമ്പലത്തിൻ്റെ ഭൂമി നമുക്ക് വിട്ടുതരിക, പള്ളി ഉണ്ടാക്കാം. ഓല അമ്പലം നമുക്ക് ഒഴിവാക്കി തരിക. ഇപ്പം മമ്പറം പള്ളിയൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കുമല്ലോ പറയണ. പക്ഷെ നമ്മൾ ശക്തി ഉപയോഗിച്ചതല്ല, അവർ വിട്ടെന്നാ. എടവണ്ണ പള്ളി എനിക്കറിയാം. എടവണ്ണ ആ വല്യള്ളിയും അതിൻ്റെ 10-20 ഏക്കർ സ്ഥലം ഇഞ്ച വീടടക്കം അത് അവിടുത്തെ കോലോത്തേരെ നമ്പൂരി വിട്ടുവന്നതാ. പള്ളിക്ക് സ്ഥലം തരിക മാത്രമല്ല, പള്ളിൻ്റെ ആയിട്ട് മാത്രം പോരല്ലോ, 20 കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള സ്ഥലവും കോലക്കാർ, നിലമ്പൂർ കോലക്കാർ. എൻ്റെ വീട്ടിൻ്റെ അടിയാധാരം നോക്കിയാൽ കോലക്കാരതിലാണ് കാണുക. ഇങ്ങനെ ഇത്ര നല്ല മതമാണോ? ഇത്ര നല്ല മതമല്ല എന്ന് വിചാരിച്ചിട്ട് ഒഴുകാണ് ഇസ്ലാമിലേക്ക്. അപ്പം ഇസ്ലാം എന്ത് പറഞ്ഞ്? വയറ് നിറച്ചുണ്ണണമെങ്കിൽ അയൽവാസിക്ക് ഭക്ഷണം ഉണ്ടോയെന്ന് ഉറപ്പ് വരണമെന്ന് പറഞ്ഞ്. പിന്നെ സക്കാത്ത് ഏതിലും എന്ത് വസ്തു ആവട്ടെ, പൈസ ഉണ്ടോ? ഇമാം അബൂ ഹനീഫ കുറുന്തോട്ടിക്ക് വരെ, പുല്ലിന് വരെ സക്കാത്ത് കൊടുക്കണമെന്നാ അബൂ ഹനീഫ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം ഏതുണ്ടായാലും, ബാക്കിയാവട്ടെ, ചേമ്പാവട്ടെ, ചേമ്പത്താവട്ടെ, എന്ത് വരുമാനമാവട്ടെ, അതിനൊക്കെ ഒരു വിഹിതം സാധുവിന് മറ്റൊരു സക്കാത്തായി കൊടുക്കണം എന്നാണ്. പരോപകാരൻ ആയൂല ചെയ്തമാർ സക്കാത്ത് എന്തിനാ വേണ്ടി വെച്ചത്? സാമൂഹ്യക്ഷേമ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ക്രിസ്ത്യാനിൻ്റെ മുന്നിൽ നമ്മൾ നടക്കാൻ. ഇസ്ലാം കാര്യത്തിൽപ്പെട്ട സക്കാത്ത് മുസ്ലിമാവോ? സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ സക്കാത്ത് എന്താ? സാധുക്കളെ കണ്ണീരൊപ്പുകയാണ്. അപ്പം ഇസ്ലാം കാര്യത്തിൽ വരെ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമത്തെ ഉൾപ്പെടുത്തുക. അപ്പം നമ്മളെ മുമ്പിൽ ഒരിക്കലും ക്രിസ്ത്യാനി നടക്കൂല, ഒരു സംഘാപം നടക്കൂല, ഒരു രാഷ്ട്രീയക്കാരനും നടക്കൂല, ഒരു കോൺഗ്രസ്സുകാരനും യൂത്ത് ലീഗുകാരനും നടക്കൂല. നമ്മളെ ISMൻ്റെ മുന്നിൽ നമ്മളെ മതമാണ് ഇതാക്കിയത്. അപ്പം സക്കാത്ത് ഇസ്ലാം മതം വെക്കുക. പിന്നെ പിശുക്ക് വളരെ ഗൗരവത്തിൽ ഖുർആൻ പിശുക്കിനെ എതിർത്ത് വമയുക്ക ഷുഹ നഫ്സി ഫൗലായി കൗമുൽ മുഫ്ലിഹൂൻ എന്നാണ്. പിശുക്കിനെ അത് കാത്തു സൂക്ഷിച്ച് ഓന പരലോകത്ത് വിജയം എന്നാണ്.
പിന്നെ നബിയാണ് ലാ യജ്മു ശുഹു വലാ ഈമാനു ഫീ ഖൽബിൻ ബിഹിം. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഈമാനും പിശുക്കും ഒരേ സമയത്തുണ്ടാവില്ല. പിശുക്ക് അവിടെ ഉണ്ടെങ്കിൽ ഈമാനില്ല, ഈമാൻ ഉണ്ടായാൽ പിശുക്കില്ല. രണ്ടും കൂടി ഒരേ സമയത്ത് മുസൽമാനാകുക പിശുക്കനും ആകുക. പിശുക്കിനെ അങ്ങേയറ്റം വിരോധിക്കുക. എന്തിന്? നമ്മൾ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനം ശ്രദ്ധിക്കാൻ. പിന്നെ സ്വാർത്ഥത ഒരിക്കലും പാടില്ല. വല്ലാതിയാത്തി ലബുഹ എന്നിട്ട് കുതിരനടുത്ത് പറയാ. കുതിര ഈ മഹത്തായ ത്യാഗമൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? യജമാനോട് തിന്ന മുതിരക്ക് കൂറ് കാണിക്കാൻ. കുതിരക്ക് ഇപ്പോൾ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ട് സീലൊന്നും കിട്ടൂലല്ലോ, യജമാനെ സീലിട്ടുള്ളൂ. ഈ കുതിരനെ എടുത്ത് പറഞ്ഞിട്ട് പറയാം ഇന്നൽ നിസാന റബ്ബിഹി ലക്കനൂദ്. പക്ഷേ മനുഷ്യന് സ്വാർത്ഥതയാണ്. അള്ളാഹിനോടും സ്വാർത്ഥതയാണ്, മേലുദ്യോഗസ്ഥരോടും സ്വാർത്ഥതയാണ്. സ്വാർത്ഥത മനുഷ്യനുണ്ട്. അത് മനുഷ്യനെ കൂടെ പറപ്പ. ഏതുപോലെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുക. അപ്പം കൈ കാട്ടിയാൽ നിർത്താതെ പോയാൽ നമുക്കൊരു സന്തോഷമാണ്. ഇതിനെന്നെ കൈ കാട്ടണോ? ആ വണ്ടി കൈ കാട്ടിയ പോലെ. അതേസമയം നമ്മൾ കൈ കാട്ടും ബസ് നിർത്താതെ പോയാലോ 4 ടയറും 6 ടയറും പൊട്ടിട്ടേ തോന്നും. ഇനി നമ്മളെന്താണ് സീറ്റിലിരിക്കുകയാണ്, വേറെ സാധു സീറ്റിൽ ചാരി നിൽക്കുകയാണെങ്കിലോ ഇവിടെ ചാരിക്കണോ, അവിടെ പോയി ഇന്നൂടെ അതൊന്നും. അപ്പം ഞമ്മക്ക് നിൽക്കേണ്ടി വന്നാലോ കമ്പി പിടിച്ചിരിക്കേണ്ടി വന്നാലോ സീറ്റിലിരിക്കുന്നവരൊക്കെ ദേഷ്യമായിരിക്കും. സീറ്റിലിരിക്കുന്നവരൊക്കെ ദേഷ്യം ഉണ്ടാവും ഞമ്മക്ക് കമ്പി പിടിച്ചിരിക്കേണ്ടി വന്നാൽ. ഇത് മനുഷ്യനുള്ള ഒരു സ്വാധീനം. പട്ടിക്ക് വരല്ല. പട്ടിക്ക് നിങ്ങൾ കഞ്ഞിവെള്ളം കൊടുത്തു നോക്കി, എവിടെ കണ്ടാലും നിങ്ങളെ വാലാട്ടും. മനുഷ്യനെങ്ങനെയാ? യജമാനെ ചതിച്ച് കൊന്നുങ്ങാണ്ട് യജമാൻ്റെ സ്വത്തൊക്കെ ആയിട്ട് കഴിച്ചിലാവും. അപ്പം മനുഷ്യനുള്ള സ്വാർത്ഥത അതുണ്ടാകാൻ പാടില്ല. അതിനാണ് മരം പോലെ ആവണമെന്ന് പറഞ്ഞത്. പിന്നെ മുൻഗണന ഈസാറ്. കാരണം സെയ്തന്മാരെ എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചിട്ടേ മറ്റവനെ സഹായിക്കുള്ളൂ എന്ന് വെച്ചാൽ ഈ ലോകത്ത് ആർക്കാ സഹായിക്കാൻ പറ്റുക? പുതിയ പുതിയ കണ്ടുപിടുത്തം വരികയല്ലേ. അപ്പം നമ്മളെന്താണ് ടാങ്കും കിണറും കുത്താൻ വേണ്ടി നീക്കിവെച്ച പൈസയാണ്. മറ്റൊരുത്തന്നെ ഒരു ബ്ലോക്ക് ഹൃദയത്തിന് ശസ്ത്രക്രിയ നടത്തണം. അപ്പം നമ്മളെന്താണ് കിണർ കുത്താൻ നീക്കിവെച്ച പൈപ്പ് വാങ്ങാൻ നീക്കിവെച്ച പൈസ ഓന് കൊടുക്കണം. ഓന് ജീവൻ്റെ പ്രശ്നമാണ്. അപ്പം അത്യാവശ്യങ്ങൾ നിർവഹിക്കുക, ആവശ്യങ്ങൾ പലതും നമ്മൾ നീക്കിവെക്കുക. അതാ മുസൽമാൻ വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തം ആവശ്യം വരെയുണ്ടായാലേ മറ്റവൻ്റെ ആവശ്യത്തിന് മുൻഗണന നൽകുന്ന. ഇത് അൻസാരികളെ മൗലൂദോദിയല്ല. മുസൽമാൻ എങ്ങനെയാവണം? അവനാൻ്റെ പ്രശ്നമൊക്കെ തീർന്നിട്ടേ ഇപ്പം ചിന്ത തന്നെ എന്തായിരുന്ന മനുഷ്യന്മാർക്ക് ഒരു കൊല്ലത്തെ ചെലവഴിച്ചിട്ട് സക്കാത്ത് കൊടുത്താൽ മതിയോ എന്നാ നമ്മളങ്ങനെ ചിന്തിക്കണതേ. 10 ലക്ഷം ഉറുപ്പ്യ കിട്ടിയാലും ഓനെന്താണ് സക്കാത്ത് കൊടുക്കണ്ട, ഒരു കൊല്ലത്തെ ചെലവ് വെച്ചിട്ട് ഭിച്ചുണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നാ. എന്നൊരു സാധു കർഷകനോ ഓന് 6 കിൻഡൽ ധാന്യം ഉണ്ടായ കർഷകൻ കൊടുക്കണം. പഠിച്ചോന് കർഷകരോട് ദേഷ്യേ. അത് പമ്മാരൊക്കെ പറയുന്നുണ്ട്. ഒരു സാധു മനുഷ്യന് തെങ്ങുണ്ട്, ജീവിക്കാൻ ആകാ തെങ്ങ, അതിന്മേൽ 6 കിൻഡൽ ധാന്യത്തിൻ്റെ തേങ്ങ കൊല്ലത്തുണ്ടെങ്കിലോ കാത്തു കൊടുക്കണം. ഇവരെല്ലാ മൗലവിമാരും പറയുന്നുണ്ട് ഒരു തെങ്ങ, ആ തെങ്ങുമേൽ കൊല്ലത്തിൽ 6 കിൻഡൽ അരിക്ക് വരുന്ന പൈസക്കുള്ള തേങ്ങ ഉണ്ടായാൽ ഇതൊക്കാത്ത് കൊടുക്കണം. എന്നാ UEC സ്കെയിൽ ശമ്പളം വാങ്ങുക, 25,000 50,000 തക്കാത്ത് വാങ്ങുക, ശമ്പളം വാങ്ങുമോ തക്കാത്ത് കൊടുക്കണ്ട. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചെലവ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയല്ലോ. ഇപ്പോഴും നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോഴും ചിന്തിച്ചു കൊടുക്കുക. 10 ലക്ഷം ഉറുപ്പ്യ കിട്ടിയാലും പൈ കൊടുക്കണ്ട. അതും എൻ്റെ കൊല്ലത്തിൻ്റെ ദൂർത്തടിച്ച് ഒക്കെ ഇതാക്കി തിന്ന് തൂറി ഇതാക്കിയിട്ട് മിച്ചുണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നാ. അങ്ങോട്ടപ്പം നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കണത്. പക്ഷേ ഇസ്ലാം എന്താ പറഞ്ഞത്? അള്ളാ എന്താ ഖുർആനിൽ പറഞ്ഞത്? സ്വന്തം ആവശ്യം ഉണ്ടല്ലോ നീക്കി വെച്ചിട്ട് മറ്റവന് മുൻഗണന നൽകുന്ന. സഹാബത്തിൻ്റെ ചരിത്രമല്ലേ. ഹുദൈഫത്ത് എന്ന സഹാബി പറയാ
ഖറജത്തു യൗമ യർമൂക്ക്, യർമൂക്ക് യുദ്ധത്തിലേക്ക് ഞാൻ പുറപ്പെട്ട് കുറച്ച് പാത്രത്തിൽ വെള്ളമായിട്ട്. എൻ്റെ ജ്യേഷ്ഠൻ യുദ്ധത്തിന് പോയിനി, വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുടിപ്പിക്കാൻ പോയതാ. യുദ്ധക്കാലത്ത് ചെന്ന് നോക്കുമ്പം വിചാരിച്ച മാതിരി തന്നെ ജ്യേഷ്ഠൻ വെട്ടുകൊണ്ട് ഹാവ് ഹാവ് എന്നറിയാം. അപ്പം ഞാൻ വെള്ളം പാരാൻ വേണ്ടി ഇങ്ങനെ തായിലേക്ക് വെള്ളം പാരാൻ വേണ്ടി നിൽക്കുക. അപ്പോഴാണ് ഫൈദ ഹനബി റജുലിൻ ഹാവ് ഹാവ്, മറ്റൊരു പുരുഷൻ്റെ അപ്പുറത്ത് ഹാവ് ഹാവ് എന്നാണ് കറിയാം വെള്ളത്തിന് വേണ്ടി. അപ്പം എൻ്റെ ജ്യേഷ്ഠന് സംസാരിക്കാൻ വയ്യ, ഒരു കൈ കൊണ്ട് വെള്ളം നോക്കി ചൂണ്ടിക്കൊണിച്ച്, ഞാൻ മരിച്ചാലും വേണ്ടില്ല ഓ മരിച്ചാൻ പാടില്ല, ഞാൻ മരിച്ചിട്ട് എൻ്റെ ഭാര്യ വിധേയായാലും വേണ്ടില്ല ഓ മരിച്ചിട്ടോ എൻ്റെ ഭാര്യ വിധേയാൻ പാടില്ല, ഞാൻ മരിച്ചിട്ട് എൻ്റെ കുട്ടി എത്തിയമായാലും വേണ്ടില്ല ഓൻ്റെ കുട്ടികൾ എത്തിയമാൻ പാടില്ല, കൊണ്ടുപോയി കൊടുക്കുന്നറിയാം. അപ്പം ഞാൻ വെള്ളപ്പാത്രം എത്തിയപ്പോൾ ഇഷാം പ്രതാവ് വിട്ടോട്ട് കിടക്കുക. ഇഷാമെ ഞാൻ വെള്ളം കുടിപ്പിക്കാറുണ്ട്. അപ്പോഴാണ് വേറൊരു ശബ്ദം കേൾക്കുന്നത്. അപ്പം ഇഷാമ വായ പൊത്തിയിട്ട് പറയാ, കൊണ്ടുപോയി കൊടുക്ക്, ഞാൻ മരിക്കട്ടെ, അവൻ മരിച്ചാൻ പാടില്ല. അയാളത്ത് എത്തിയപ്പോൾ അയാളെ മരിച്ചിക്കണ്. ഇഷാമിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഇഷാം മരിച്ചിക്കണ്. എൻ്റെ കാക്കാൻ്റെ അടുത്ത് എത്തിയപ്പോൾ കാക്കി മരിച്ചിക്കണ്. മരണ സന്ദർഭത്തിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ ബലം നിങ്ങൾക്ക് അറിയാം സ്നേഹിതന്മാരെ. പക്ഷേ ആ സഹാബിമാർക്ക് വെള്ളം കുടിച്ചാൽ കിട്ടുന്നേക്കാൾ മനഃശാന്തി കിട്ടിയിട്ടാണ് മരിച്ചത്. മരണവേള വരെ മറ്റൊന്നെ സഹായിക്കാൻ സാധിച്ചല്ലോ. ഇതാ ഒരു സഹാബിക്ക് ഒരു ആട്ടിൻ്റെ തല സ്വമായിട്ട് കിട്ടി. അപ്പം ഈ സഹാബി പറഞ്ഞ് എന്നേക്കാൾ ആവശ്യം ഈ സഹോദരനാ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. അപ്പം അയാൾ പറഞ്ഞ് എന്നേക്കാൾ ആവശ്യം ഈ ആട്ടുനിലക്ക് മറ്റു കുടുംബക്കാരനാ. അങ്ങനെ 7 കുടുംബത്തിൽ ഇറങ്ങി. അവസാനം ആദ്യത്തെ ആൾക്ക് അത് തിരിച്ചെത്തിയെന്ന. ആദ്യത്തെക്കാൾ വലിയ അർപ്പാളില്ല, ഓൻ്റെ കുടുംബത്തേക്ക് തന്നെ തിരിച്ചെത്തിയെന്ന. സ്വന്തം കുട്ടികളെ കിടത്തിക്കാണ്ടേ കിടത്തി വയ്ക്കാണ്ട് അതിഥിയെ തീറ്റിച്ചതാ. ഇന്ന് നമ്മളെന്ത് ചെയ്യും? തിന്നാനെ കൊടുത്തിട്ട് പറയും പള്ളിയിൽ കക്കൂസ് വരണ്ട, അവിടെ പോയി കിടന്നുറങ്ങിക്കോ അറിയും. നിങ്ങൾ പള്ളിക്ക് ഉറങ്ങാൻ പള്ളിക്ക് പോയിക്കോളി അറിയും, അവിടെ കക്കൂസ് വരണ്ട് അറിയും. സാപത്തെ അവർ കിടക്കണ കിടക്കിന്ന് നിലത്ത് കിടന്നുകാണ്ട് അതിഥിനെ കിടത്തുക, ഇജ്ജ് കിടക്കട അറിയാം. ഏത് സാപത്ത് ലിയാന്നു ഫൂസു വലി തൊയ്രില്ലുഹൂമു വലി വശില്ലി ലാമു വലി ഖയ്യാലത്തി സലബ് എന്ന് പാടിയ മനുഷ്യന്മാർ. ഞാൻ മനുഷ്യനെ കൊന്നും കണ്ട് നിസ്സാര കാര്യത്തിന് ഞാൻ മനുഷ്യനെ കൊല്ലും. അങ്ങനെ മാംസമൊക്കെ സിംഹം കരടിയൊക്കെ തിന്നോട്ടെ, പക്ഷികൾ തിന്നോട്ടെ. ഖയ്യാലത്തി സലബു, ആ മനുഷ്യൻ്റെ ശരീരത്തിലെ പൈസയൊക്കെ ഉണ്ടല്ലോ അത് തെണ്ടിയെടുത്തോട്ടെ. എനിക്ക് മനുഷ്യനെ കൊന്ന പോരിശ മതി, എനിക്ക് ആളെ കൊന്ന പോരിശ മതി, മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പാടിയ മനുഷ്യന്മാരെയാ മന്ന വേള വെച്ച് നീട്ടുക എടുക്കാറുണ്ട്. എന്നിട്ട് ഇപ്പോഴും പ്രശ്നം തീർന്നിട്ടില്ലേ? ചിലവ് അടിസ്ഥാനമല്ല, ഇതൊക്കെ കൊടുത്തിട്ട് വെക്കാതെ കൊടുത്താൽ മതിയാണ് മസലിം ഉണ്ടാക്കി എടുക്കുക. അള്ള പറഞ്ഞ എന്താ? അവനാൻ്റെ പ്രശ്നം നീക്കി വെച്ചിട്ട് മറ്റവൻ്റെ പ്രശ്നം നൽകണം എന്നാ. അവരാണ് മുസൽമാൻ എന്ന് പറയാം. ഏത് ഇസ്ലാം മതം സ്വീകരിച്ച് അന്യനെന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല, അന്യനെന്ന ചിന്ത പാടില്ല. അതാ വലാ തേക്കുലു അമ്പാലക്കും ബിൽ ബാത്തിരി, നിങ്ങളെ ധനങ്ങൾ അന്യായമായി തിന്നത് തൊട്ടോന്നാ. അന്യൻ്റെ ധനം എന്നാ പറയേണ്ടത്? മറ്റവൻ്റെ ധനങ്ങൾ അന്യായമായി തിന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാ നിങ്ങളെ ധനങ്ങൾ അന്യായമായി തിന്നരുതെന്നാ. ആരാൻ്റെ ധനം തിന്നുകയാണെങ്കിലും സ്വന്തം ധനത്തിന് തുല്യ. അപ്പം അന്യൻ എന്ന ചിന്ത ഇല്ലാതാക്കാൻ ഖുർആൻ ശ്രമിക്കുക. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തു എന്നറിയാം, എല്ലാവരും സഹോദരന്മാരെന്ന് വെക്കുക. അപ്പം അന്യൻ എന്ന ചിന്തനെ പരമാവധി ഇതാക്കുക. പിന്നെ പലിശ കൈകൂലി ഒക്കെ ഇല്ലാതാക്കി. കാരണം പലിശ വ്യവസ്ഥയിൽ ജീവകാരുണ്യ പ്രവർത്തനം സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന് വലിയ അർത്ഥമുണ്ടോ? അത്തരക്കാരെ കഷ്ടപ്പെടുന്നവരെ ചൂഷണം ചെയ്യുകയാണ് പലിശ, കൈകൂലി. അത് നല്ലൊരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക, അതിന് നമ്മൾ പൈസ വാങ്ങുക. അവ കൈകൂലി കൊടുക്കുന്നതിനും വാങ്ങുന്നവനും ശപിക്കപ്പെട്ടു എന്നൊക്കെ നബി അറിയാം. അപ്പം ഇതൊക്കെ ഇസ്ലാം എന്തിനു വെച്ച് നമ്മൾ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന് നമ്മൾ മുന്നിൽ കടക്കണം. തൗഹീദ് പ്രസംഗിനോടത്ത് നമ്മൾ മുന്നിൽ കടക്കണം. ബിദ്അത്തിനെതിരെ ശബ്ദിക്കുന്ന വിഷയത്തിൽ നമ്മൾ മുന്നിൽ കടക്കണം. ശിർക്കിനെതിരെ പ്രസംഗിക്കുന്നത് മുസ്ലിമാന് മുന്നിൽ കടക്കണം. ജീവകാരുണ്യ പ്രവർത്തനം, സാമൂഹ്യക്ഷേമ പ്രവർത്തനം, സാധുക്കളെ കണ്ണീരൊപ്പാന് അതിന് മുന്നിൽ നമ്മൾ നടക്കണം. പക്ഷേ നബി പറഞ്ഞ്
ഒരു കാലം വരുന്നുണ്ട്, ഇസ്ലാമിലുള്ള നല്ലതൊക്കെ മറ്റുള്ള സമുദായം കണ്ടെടുക്കുന്നതാണ്, മറ്റു സമുദായത്തിലെ വൃത്തികളൊക്കെ എൻ്റെ സമുദായം കണ്ടെടുക്കുന്നതാണ്. എന്നാ വന്നത് ഇസ്ലാമിലുള്ള നല്ല ഗുണങ്ങളൊക്കെ നാരദമ്പൂരിൻ്റെ അടുത്തേക്കാ. ഇതിനെ മതസ്ഥർക്കാണ് ഇസ്ലാമിൽ പറഞ്ഞ നല്ല ഗുണങ്ങളുള്ളത്. ഓല ചീത്ത വശങ്ങളോ നമ്മളും കണ്ടെടുത്ത് അങ്ങോട്ട് എത്തി എന്നർത്ഥം. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, സ്നേഹിതന്മാരെ, 5-6 ഇസ്ലാമി പ്രസ്ഥാനം ഭിന്നിച്ച് നിങ്ങൾ ഇഞ്ച വാപ്പ എവിടെയാണ് നിൽക്കണത്, ഞാൻ അവിടെയാ. അല്ല, എവിടുന്ന് നിന്നാലാച്ച് പ്രോജക്റ്റ് കിട്ടുക, പൈസ കിട്ടുക, എൻ്റെ കാര്യലാഭം എവിടെ നിൽക്കുന്നാലാ നേടുക, എനിക്ക് B.Ed പോസ്റ്റ് എവിടെയൊക്കെ നിന്നാലാ കിട്ടുക, അതല്ല നോക്കേണ്ടത്. ആദ്യം നിങ്ങൾ ഭിന്നിക്കാനുള്ള കാരണം പഠിച്ച്, ഇസ്ലാമി പ്രസ്ഥാനം ഭിന്നിക്കാനുള്ള കാരണം പഠിക്കുക. ആ കാരണത്തിൽ വലിയ യാഥാർത്ഥ്യം ഉണ്ടെന്ന് പഠിക്കുക. അങ്ങനെ ബോധ്യപ്പെട്ടിട്ട് സത്യം ആരെ ഭാഗത്താന്ന് ബോധ്യപ്പെട്ടിട്ട് സത്യത്തിൻ്റെ കൂടെ നിങ്ങൾ അണിനിരക്കുക. അതിന് പലതും സഹിക്കേണ്ടി വരും, ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. കാരണം ഞാൻ ഗവൺമെൻറ് ജോലി വരെ രാജിവെച്ചിങ്ങാണ്ട് പോയി ജോലി ചെയ്ത സ്ഥാപനമായി ജാമ്യ നദവിയ. എനിക്ക് അന്ന് 3000 ഉറുപ്പ്യോളം സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ജോലിനെ രാജിവെച്ച് ഞാൻ ചെല്ലുമ്പോൾ 500 ഉറുപ്പ്യ ശമ്പളം, അത് ഞാൻ കുട്ടികളിൽ ഫീസ് വാങ്ങിക്കേണ്ട. അങ്ങനെ ഉണ്ടായ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ എനിക്ക് ഭീഷണി ഉണ്ടായി, ഒന്നുകിൽ ഗ്രൂപ്പ് മാറണം അല്ലെങ്കിൽ ജോലി പോകുന്നതാണ്. പോയിക്കോട്ടെ, ഞാൻ ഉപേക്ഷിച്ച് പുറപ്പെടുക. ഞാൻ എൻ്റെ താല്പര്യം നോക്കിയില്ല. ആ ഭാഗത്ത് നിൽക്കണമെങ്കിൽ ഞാൻ പാനപ്പുറത്ത് അടുക്കായിരിക്കും. പക്ഷെ എല്ലാം ഞാൻ വേണ്ടാന്ന് വെക്കുക ചെയ്തത്. എന്നിട്ട് ഇപ്പം എനിക്ക് ഭൗതിക താല്പര്യ, അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്കുന്നത്. ഗവൺമെൻറ് ഇപ്പം എനിക്ക് പെൻഷൻ വരെ കിട്ടണില്ല. കാരണം പെൻഷൻ കിട്ടാൻ സമയമില്ലായിരുന്നു. ആ സ്ഥാപനത്തെ മാത്രം വിചാരിച്ച് ഒരു കുട്ടി തിരിഞ്ഞു നോക്കാൻ അവിടെ ഇല്ലായിരുന്നു ആരും. അപ്പം ഞാൻ ഗവൺമെൻറ് ജോലി മുഴുവൻ രാജിവെച്ച്, എന്നിട്ട് ഞാൻ ആ സ്ഥാപനത്തിൽ ചെന്നപ്പോഴും AP അബ്ദുൽ ഖാദർ മൗലവി വരെ ഗവൺമെൻറ് അംഗീകരിച്ച വളവന്നൂർ കോളേജിലേക്ക് എന്നെ വിളിച്ചതാ. അദ്ദേഹം വളവന്നൂർ ഗവൺമെൻറ് അംഗീകരിച്ച കോളേജ് ജോലി ചെയ്യുക. അദ്ദേഹം വരെ എന്നെ ക്ഷണിച്ച്, സുലം ഇങ്ങോട്ട് ഒരു മോങ്ങത്ത് ക്ഷണിച്ച്, ഗവൺമെൻറ് അംഗീകരിച്ച കോളേജാണ്. വായക്കാട്ടുകാർ പറഞ്ഞ നിങ്ങൾ ഇൻ്റർവ്യൂ വരെ നിൽക്കണ്ട, ഇൻ്റർവ്യൂ വരെ ഞങ്ങൾ നടത്തിക്കൊണ്ട് നിങ്ങൾ വന്നാൽ മതിയായിരുന്നു. അന്നൊക്കെ ഞാൻ 500-600 ഉറുപ്പ്യക്ക് പിരിവ് നടത്തിങ്ങാണ്ട് ആ സ്ഥാപനം നിൽക്കുക. ഭൗതിക താല്പര്യം വിചാരിച്ചാ. അപ്പം ഞാൻ ഏതെങ്കിലും സത്യത്തിനെ കൂടെ നിൽക്കണമെങ്കിൽ ഭൗതിക താല്പര്യമല്ല, സ്വന്തം ശരീരത്തിനെതിരായാലും വല അംഫുസിക്കും, നിങ്ങളുടെ ശരീരത്തെ ബാപ്പാക്കും ബാപ്പാക്കെതിരായാലും സത്യത്തിന് നീതിനെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. എപ്പോഴും നിഷ്പക്ഷമായി മതിയായ പോരാ ചെയ്തമാരെ, നിങ്ങൾക്ക് പ്രശ്നം അറിയില്ലെങ്കിൽ തൽക്കാലം നിഷ്പക്ഷമായി ഇമ്മയും ബാപ്പി പണങ്ങി, ആരെ ഭാഗത്താ തെറ്റിന്നൊക്കെ അറിയില്ല, നിങ്ങൾക്ക് നിഷ്പക്ഷനായി നിൽക്കാം. പക്ഷെ എപ്പോഴും നിഷ്പക്ഷനായി നിൽക്കാൻ പറ്റുമോ? ഉമ്മാൻ്റെ ഭാഗത്താണോ ബാപ്പാൻ്റെ ഭാഗത്താണോ നീതി നോക്കണം. ഉമ്മാൻ്റെ ഭാഗത്താണ് ഉമ്മാൻ്റെ കൂടെ വെക്കണം, ബാപ്പാൻ്റെ കൂടെ ബാപ്പാൻ്റെ കൂടെ വെക്കണം. ഞാൻ എപ്പോഴും നിഷ്പക്ഷമാതിയായി നിൽക്കണേ. അല്ലാഹ് പറഞ്ഞ കൂനു മാ സ്വാദിക്കീന, നിങ്ങൾ സത്യസന്ധന്മാരെ കൂടെ നിൽക്കീന്നാണ്. സത്യസന്ധന്മാരെ കൂടെ നിൽക്കാനാണ് പറഞ്ഞത്. അപ്പം ഒരു പ്രസ്ഥാനത്തിൽ ഭിന്നതൊക്കെ ഉണ്ടാകുമ്പം എന്താ കാരണം അറിയില്ല, എന്നാൽ എനിക്ക് നിഷ്പക്ഷനായി നിൽക്കാം. പക്ഷെ എന്നും നിഷ്പക്ഷനായി നിൽക്കാൻ പറ്റുമോ? ആരെ ഭാഗത്താ നീതി സത്യം നോക്കുക, ഏത് ഭാഗത്താ സത്യനീതി ഭാഗത്ത് നിൽക്കുക. അപ്പം പലതും നമുക്ക് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെട്ടൊക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറാണെന്നർത്ഥം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മൾ ഈ വിഷയത്തിലൊക്കെ സ്നേഹിതന്മാർ, നമ്മളെ KNM ഭരണഘടനയിൽ 8ാമത്തെ ഖണ്ഡികയിൽ എന്താ പറയുന്നത്? ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തണമെന്നാ. KNM ഭരണഘടന എടുത്ത് നോക്ക്, അതിൽ 8ാമത്തെ ഖണ്ഡിക ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തണമെന്നാ. പക്ഷേ അത് ആ ഭരണഘടനയിൽ മാത്രമാണ്. പിന്നെ ISM കുട്ടികൾ വന്നുങ്ങാണ്ട് അതിനൊക്കെ ഭരണഘടന ജീവടിയിച്ച് ഈ കുട്ടികളൊന്ന് മരനാടുന്നല്ല, മരനാടിനെ പണി മറ്റേ എയ്ഡ്സിനെതിരെ മറ്റുള്ള വീടുണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി. ഇതവർ ചെയ്ത തെറ്റ്. ഖുർആനിൽ പറഞ്ഞ കാര്യം, നമ്മളെ KNM ഭരണഘടനയിൽ പറഞ്ഞ കാര്യം, അത് ഭരണഘടന ഉണ്ടായ പാരമ്പര്യം ജീവൻ നൽകി കുട്ടികൾ. ഈ കുട്ടികൾ ചെയ്ത തെറ്റ് ഇതാ.
ഞാൻ എത്ര തൗഹീദ് രാവും പകലും മുഴുവൻ വെച്ച് പ്രസംഗാദ്യ കാലത്ത് ഞാൻ കേരിയ തൗഹീദിൻ്റെ സ്റ്റേജ് 99% ഉണ്ടാക്കി തന്ന ഈ കുട്ടികളാ. ഈ ഗവൺമെന്റ് രാമാനുവിൻ്റെ പരിഭാഷ വിറ്റ് കാശാക്കുന്നതല്ലാതെ ബല കേജു എന്തേ എന്തെങ്കിലും ഒരു പ്രസംഗം തൗഹീദ് പ്രസംഗം വെച്ചിക്കണോ? അതൊക്കെ വെക്കൽ ഈ ഐസം കുട്ടികൾ തന്നെയല്ലേ. പിന്നെ മഴ ഇങ്ങനെ പെയ്യ അപ്പം മുജാഹിദ് സെൻ്ററിൽ ഏഷ്യൻ നമീമത്വമാണ് കുത്തിരിക്കണ്ടല്ലോ. മഴ ഇങ്ങനെ വെച്ചിട്ട് സമയത്ത് നമുക്ക് തൗഹീദ് അറിയാൻ പറ്റുമോ? അപ്പം അയറ്റകൾ മരം നടുക അങ്ങനെ പ്രവർത്തനത്തിൽ നീക്കി വെച്ച് എപ്പോഴും മരം നടാൻ പോയല്ല. മഴ ഇങ്ങനെ സെറാണ് പെയ്യ അപ്പം നമ്മൾ അവിടെ കുത്തിരുന്നുകാണ്ട് ഏഷ്യൻ നമീമത്വം പറയണോ? അപ്പം മറ്റു പ്രവർത്തനങ്ങളൊക്കെ നീക്കി വെച്ചേ. അല്ല, തൗഹീദ് കൈവിട്ടിട്ട് ഇവിടെ ആരും തൗഹീദിനെ കൈവിട്ടിട്ടില്ല. തൗഹീദിന് പകരം വെക്കാൻ പറ്റുന്ന ജീവകാരുണ്യ പ്രവർത്തനം നടത്തി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എഴുതി വിട്ട് സ്നേഹിതന്മാർ തൗഹീദിന് പകരം വെക്കാൻ പറ്റുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനം നമ്മൾ പറഞ്ഞോലോ. ആരാ പറഞ്ഞത് തൗഹീദിന് പകരം വെക്കാൻ പറ്റുന്ന ജീവകാരുണ്യ പ്രവർത്തനം എന്ന്? ഒക്കെ തൗഹീദ് ജീവകാരുണ്യ പ്രവർത്തനം ഇങ്ങനെ വെക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് പള്ളിയിൽ ജമാഅത്തിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള മാതിരി ഒരു വീട് തീ കത്തുകയാണെങ്കിൽ അവിടെ ഓടിച്ചിരുന്ന നിങ്ങളാണോ? ഒരു ബൈക്ക് അവിടുത്തെ യുവാവ് രക്തം ഇങ്ങനെ പോവുക, ഒക്കെ ഇങ്ങനെ നോക്കി പോവുക. ജമാഅത്തിന് വരുന്ന നിങ്ങൾ നോക്കി പോകാൻ പറ്റൂല. നിങ്ങൾ ജമാഅത്തിന് പള്ളിക്ക് വരിക, അപ്പോഴാണ് യുവാവ് രക്തം പാർന്ന് കിടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി പള്ളിക്ക് പോന്നാൽ പോരാ, നിങ്ങൾ ഓനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കണ്ടെത്തണം. എല്ലാത്തിനും അതിൻ്റെ പ്രാധാന്യം നൽകണം. അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വിഷയത്തിലും നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മളെക്കാൾ മുൻകാട് നിൽക്കണമെങ്കിൽ ഓല വരെ മുൻകടക്കാൻ പറ്റിയതാ. ഇതൊന്നും ബൈബിളിൽ ഇത്ര ഗൗരവത്തിൽ പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയെന്നല്ലാതെ ഖുർആനിൽ അതിന് പറഞ്ഞ മാതിരി ബൈബിളിൽ ജീവകാരുണ്യ പ്രവർത്തനം എവിടെയാണ് പറഞ്ഞത്? ഇത്ര ഗൗരവത്തിൽ പറഞ്ഞ എവിടെയാ? യേശുക്രിസ്തു കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയെന്നല്ലാതെ. അപ്പം ഇതൊക്കെ നമ്മളെ മതമാണ് സുഹൃത്തുക്കളെ ഊന്നി പറഞ്ഞത്. ആ നിലക്ക് ഇതിലൊക്കെ നമ്മൾ മുന്നിക്കുക. ഇതിൻ്റെ ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കൊടുക്കാം. ആ ഫുള്ളായിട്ട് ഇപ്പം മുസ്ലിമാൻ ഒരു ഫുള്ളായിട്ട് കൊടുക്കാമെങ്കിൽ ആ മുസ്ലിം കൊടുക്കാം. ഒരു മുസ്ലിമിന് ഒന്നും ഫുള്ളായിട്ട് കൊടുക്കലുണ്ടോ? നിങ്ങൾ പല ഭാഗമായിട്ട് വായിക്കില്ല. അതേമാതിരി അവർക്കും സക്കാത്താണ് 8-1 പറഞ്ഞല്ല ആ മുസ്ലിമൊക്കെ നീക്കി വെച്ചത്. പിതൃ സക്കാത്തിന് അരി എത്ര കിട്ടുന്ന പിരിച്ചെടുക്കണത്? ഇഞ്ചെ ഇടവണ്ണ 100 ചാക്കൊക്കെ വിരിച്ചെടുക്കാറുണ്ട്. അപ്പോൾ 50 ചാക്ക് കൊടുക്കാം. പക്ഷെ ആകെ ഒരു ചാക്ക് വിറ്റ് കൊടുത്താൽ മഹലാണെങ്കിലോ ആകെ ഒരു ചാക്ക് വിത്ത് സക്കാത്ത് കിട്ടുള്ളൂ. അത് എത്ര വിത്ത് സാധന അതിൻ്റെ തോതനുസരിച്ച് തീരുമാനിച്ചാന്നല്ലാതെ അത് എനിക്ക് പറയാൻ പറ്റുമോ? മുസ്ലിങ്ങൾ താല്പര്യമില്ലാക്ക പാടില്ലേ? അല്ല എപ്പോഴാണ് നിങ്ങൾക്ക് വെച്ചാൽ കൊടുത്തൂടെ? ഉള്ളൊടുക്കലാച്ച് നിസ്കാര സ്ഥലം മാറ്റിയൊക്കെ റൂം പള്ളിയായിട്ട്. അതെ, ഏത് വിരോധമില്ല. പള്ളിൻ്റെ ഭൗത്യത ഇത്തിക്കാഫ് അതിലില്ല. ഇത്തിക്കാഫ് ഇരിക്കാൻ പറ്റൂല. അതേമാതിരി തഹിയത്തില്ല. പള്ളി പ്രവേശിച്ച് 2 നിസ്കരിച്ചല്ലോ. വീട്ടിലാ പള്ളി പ്രവേശിക്കുമ്പോൾ തഹിയത്തില്ല. നിസ്കരിക്കാൻ സ്ഥലം മാത്രം. പള്ളിയാണെങ്കിൽ വഖഫ് ചെയ്യണം. ഇത് വഖഫ് നമ്മൾ ചെയ്യണില്ല. നമുക്ക് പള്ളിയാക്കിയ സ്റ്റോർറൂമാക്കാം, അല്ലെങ്കിൽ കടപ്പറയാക്കാം. തൽക്കാലം നമ്മൾ ഇതാക്കുക. ഇഹ്തികാഫും അതുപോലെ തഹിയത്തൊക്കെ മസാജിദ് അള്ളാൻ്റെ പള്ളിയാണ്.
അള്ളാഹ്ക്ക് വഖഫ് ചെയ്തതാണ്. വഖഫ് ചെയ്യാത്തിലൊന്നും എന്തില്ല, ഇത്തിക്കാഫും പറ്റൂല, തഹിയ്യത്തും പറ്റൂല. വഖഫ് ചെയ്തില്ലേ ഇത്തിക്കാഫും തഹിയ്യത്തുള്ളൂ. സമയമായാല വാങ്ങുമായിട്ട് ബന്ധിപ്പിച്ചിട്ടല്ല. ഇതാ റായത്തുമില്ല യുക്കുബിലോ ആഹുന വക്കത്ത് അഫ്തറ സായിമൂന്ന അത്താഴത്തെ ബാങ്കുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. ബിലാലിൻ്റെ വാങ്കെട്ടങ്ങൾ എഴുന്നേറ്റ് അത്താഴം കഴിച്ചോളി. അബ്ദുല്ലാഹിബിൻ മക്തൂമിൻ്റെ വാങ്കെട്ടങ്ങൾ നിർത്തിക്കളിയായിരുന്നു. നോമ്പ് തുറക്കണ സമയമായാൽ തുറക്കുക. കാരണം എൻ്റെ നടവണ്ണ ഒരു പള്ളിയിൽ എപ്പോഴും ബാങ്ക് കൊടുക്കുക, മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുക 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്, 3 മിനിറ്റ് കഴിയും. അപ്പം മുജാഹിദുള്ള മാലിന്യാണ്. അപ്പം എന്താ ഇതിൻ്റെ കാരണം എന്ന് അറിയാൻ വേണ്ടി ഒരിക്കൽ ചെന്ന് നോക്കുമ്പോൾ ഇവൻ സുന്നത്ത് പഠിച്ച മുക്രിയ. ഇവൻ വിസ്തരിച്ച് തുറക്കുക, വിസ്തരിച്ച് തുറന്നിട്ട് പോയിട്ട് വാങ്ങി കൊടുക്കുക. ഇവൻ ശരിക്കും നോമ്പ് വെച്ച് കണ്ട് പോയിട്ട് വാങ്ങി കൊടുക്കാൻ പോവുക. അങ്ങനെ സുന്നത്ത് പഠിച്ച മുക്രിമാരാണെങ്കിൽ അങ്ങനെ കുഴപ്പമുണ്ട്. ഓരെല്ലാം തിന്നിട്ട് പോയിട്ട് വാങ്ങി കൊടുക്കും. ഇസ്ലാമാണ് നിസ്കാരത്തിന് വിശാല ടൈം വെച്ചിരിക്കുന്നത്. ആ സമയത്ത് എപ്പോഴും നിസ്കരിക്കുക. ജമാഅത്താണ് 27 കൂടിയിട്ടുന്നുള്ളൂ. ളുഹർ അസർ വരെ വിശാല, അതിൻ്റെ ഇടയ്ക്ക് നിസ്കരിച്ചാൽ മതി. അസർ മഗ്‌രിബിന് ബാങ്ക് കൊടുക്കണ വരെ വിശാല, അതിൻ്റെ ഇടയ്ക്ക് നിസ്കരിച്ചാൽ മതി. മതി, അതിന് പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ളുഹറിനെ അസർമക്ക് പതിവായി തട്ടരുത്. പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടേ, ജനാപത്തുണ്ടാവും, കുളിച്ചാൽ മടിയാവും, കുളിച്ചൂല. പിന്നെ ളുഹറിന് കുട്ടികൾ സ്കൂളൊക്കെ പോകണം, ഭക്ഷണം ഉണ്ടാക്കുന്ന ഏർപ്പാടാണ്. പിന്നെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയി കുളിച്ചരാ, എന്നിട്ട് വന്നിട്ട് സുബഹ് നിസ്കരിച്ചും, പിന്നെ ളുഹർ നിസ്കരിച്ചു, അപ്പോഴേക്ക് അസറിൻ്റെ ബാങ്ക് അസറും നിസ്കരിച്ചും. ആ ഏർപ്പാടില്ല എന്നർത്ഥം. താമസിയായ നിസ്കാരത്തിൽ ളുഹറിൻ്റെ ടൈം തെറ്റാൻ പാടില്ല. അവര് സമയത്തിന് നിസ്കരിച്ചോണമെന്നില്ല. അവര് സമയത്ത് നിസ്കരിക്കുന്നത് സാറ്റർഡേയാണെന്ന് മാത്രം. ഒരുത്തരുടെ ജോലി അങ്ങനെയാണെങ്കിൽ പതിവാക്കി ആ സമയം തെറ്റിരുന്നുള്ളൂ. അതിനാണ് ഇസ്ലാം വിശാല വെച്ചത്. അങ്ങനെ നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചാൽ ഞങ്ങൾക്ക് തഹജ്ജുദ് കിട്ടും. അതിൻ്റെ തഹജ്ജുദ് മുഹമ്മദ് നബി തഹജ്ജുദ് നഷ്ടപ്പെടുത്തി ഒരു തറാവി നിസ്കരിച്ചിട്ടില്ല. നബി 2 ദിവസം നിസ്കരിച്ചോ തഹജ്ജുദായിട്ടാ. ഇവരോട് ചോദിച്ചു നോക്കി നിങ്ങൾ, മുഹമ്മദ് നബി ജീവിതത്തിൽ തഹജ്ജുദ് നഷ്ടപ്പെടുത്തി ഒരു തറാവി നിസ്കരിച്ചിക്കണോ? അപ്പം നിങ്ങൾ 8 or 6 നിസ്കരിച്ചോളി, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് തഹജ്ജുദ് നഷ്ടപ്പെടൂല. തഹജ്ജുദിനാ പ്രാധാന്യം. ഖുർആൻ പറഞ്ഞാതാ, നബി 2 ദിവസം പള്ളിയിൽ വന്നത് തഹജ്ജുദായിട്ടാ. ഉറങ്ങിയ ശേഷം നബി പള്ളിയിൽ ഒറ്റയ്ക്ക് വന്നതാ. അപ്പോൾ ഓത്ത് കെട്ടിട്ട് വന്നോല, അതൊക്കെ ഉറങ്ങിയ ശേഷം. അങ്ങനത്തെ പള്ളി തന്നെ ഉണ്ട്. ജിദ്ദയിൽ ആലു ഷെയ്ഖിൻ്റെ പള്ളിയുണ്ട്, ഗവൺമെൻറ് പള്ളിയാണ്. 6 നിസ്കരിച്ച് കാണ്ട് പള്ളി തന്നെ പൂട്ടി പോകുക. പിന്നെ അവർ 3 മണിക്ക് ഉറങ്ങിയ ശേഷം 3 മണിക്ക് വന്നിട്ട് നിസ്കരിച്ചു. അങ്ങനത്തെ പള്ളി വരെ ജിദ്ദയിലൊക്കെ ഉണ്ട്. 6 നിസ്കരിച്ചിട്ട് പള്ളി തന്നെ പൂട്ടി ആണും പെണ്ണും പോവുക. എന്നിട്ട് പിന്നെ ഏകദേശം 3 മണിക്ക് ആണും പെണ്ണും വന്ന് ബാക്കി നിസ്കരിച്ച. വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ച ഒരു വിരോധമില്ല. നബി വീട്ടിൽ നിന്ന് നിസ്കരിച്ചുള്ളൂ, 2 മാസം മാത്രമേ ഉള്ളൂ. ഫാത്തിഹ കിട്ടാൻ റകഅത്ത് കിട്ടൂല. അതില്ല, അത് ഇമാം ബുഖാരി പറഞ്ഞിരിക്കണേ. ഫാത്തിഹ നിർബന്ധമല്ല എന്ന് പറയുന്നവർ, ഫാത്തിഹ നിർബന്ധമല്ല എന്ന് പറയുന്നവർ കൂട്ടിയ റകഅത്ത് കിട്ടുമെന്ന് പറഞ്ഞത്. ഓരോ റകഅത്തും ഫാത്തിഹ നിർബന്ധമാണ്. ഒറ്റ പണ്ഡിതനും കൂട്ടിയ റകഅത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഇമാം ബുഖാരി പറയാ. അതാണ് ശരി. ഫർളൊന്നും ഇമാമ് വഹിക്കൂല. ഫാത്തിഹ ഫർളാണ്. ഫമാ ഫാത്തക്കും ഫാത്തിമൂന്ന. ഫർള് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താണോ കൊണ്ടെടുക്കണം എന്നാ. സുന്നത്ത് നഷ്ടപ്പെട്ട പ്രശ്നമല്ല.
എങ്ങനെ? ആ, ഫാത്തിഹ കിട്ടിയാലേ പൂർത്തിയാവുള്ളൂ, റക്കായത്തായി പരിഗണിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ റക്കായത്തുകൾ നിസ്കരിച്ചിടാം. അല്ലെങ്കിൽ ഇമാമ് റുക്കൂന്ന് എഴുന്നേൽക്കണം, വേഗം അടിച്ചു വിട്ടിട്ട് ചെല്ലണം, രണ്ട് ഇതാക്കാം. അല്ലെങ്കിൽ ഇമാമിനെ കൊടുത്താൽ റുക്കൂക്ക് പോവുക, ഇന്ന് റക്കായത്ത് നിസ്കരിക്കുക. അല്ലെങ്കിൽ ഇമാമ് റുക്കൂന്ന് എഴുന്നേൽക്കണം മുമ്പ് വേഗം ഓതി തീർത്തിട്ട് പോവുക. നിർത്തല്ലേ? പഠിച്ചതിനെ മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് ഭൗതികവും പാരത്രികവുമായ ധാരാളം ജോലികൾ ചെയ്തു തീർക്കേണ്ടവരാണ്. ഉള്ള ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ ഇപ്പത്തെ ഐശ്വര്യം പ്രദാനം ചെയ്യണമേ. പഠിച്ച ഞങ്ങളിൽ നിന്ന് രോഗിയായി ആസ്പത്രിയിലും വീടുകളിലും സുഖമില്ലാത്ത ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ്വ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ മാത്താശിപ്പകാലം അവർക്ക് രോഗക്ഷമ നൽകണമേ. പഠിച്ച ഞങ്ങളിൽ നിന്ന് അടുത്തതായിട്ടും വിദൂരത്തായിട്ടും മരിച്ചുപോയ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ്വ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും എൻ്റെ മഹത്തായ ഇസ്തിഗ്ഫാർ പാപമോചനം കൊണ്ടും എൻ്റെ മഹത്തായ റഹ്മത്ത് കാരുണ്യം കൊണ്ടും അവിടെ പരലോക ജീവിതം ഖബർ ജീവിതം രക്ഷ തെരഞ്ഞാക്കണമേ. പഠിച്ച ഒരു കൂട്ടം സ്വർഗത്തിലേക്കും ഒരു കൂട്ടം നരകത്തിലേക്കും അന്തിമമായി നീ തീരുമാനം കൽപ്പിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് തീരുമാനിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമന ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ.